ആണ് ആ പറഞ്ഞത്. ഇനി ആ പറഞ്ഞതിൽ നിന്നു തന്നെ ഖുർആൻ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ, ബാക്കി ഒരു മുഅ്ജിസത്തും നിലനിൽക്കുന്നില്ല എന്നതിൽ ഇജ്മാ ഉണ്ട് എന്നാണോ അതിന്റെ അർത്ഥം? ശരിക്കും മനസ്സിലാക്കണം. ഈ വാർത്ത ഞാൻ ഒന്നുകൂടി വായിക്കാം. ഇതിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ, ഒരുപാട് പണ്ഡിതന്മാരുണ്ടായതുകൊണ്ട് ഞാൻ ഈ വാർത്ത ഒന്നുകൂടി എന്റെ വാക്കുകളിലോ സംസാരത്തിലോ ആവർത്തന വിരസത വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സദയം ക്ഷമിക്കണം. ഒന്നുകൂടി ഞാൻ ഈ വാർത്ത വായിക്കുകയാണ്. فإنهم أجمعوا على بقاء معجزة الرسول العظمى ولا معجزة له باقية سوى القرآن. ഖുർആനല്ലാത്ത മറ്റു മുഅ്ജിസത്തുകളൊന്നും ബാക്കിയല്ല, ഖുർആൻ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളതിൽ ഉമ്മത്ത് ഇജ്മാ ആയിരിക്കുന്നു. ഇത് തഹദ്ദിയുമായി ബന്ധപ്പെട്ട, റിസാലത്തുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് നിഷേധികളായ ആളുകളുമായി സംവദിക്കാൻ വേണ്ടിയുള്ള മുഅ്ജിസത്തുകളെ പറ്റിയാണ് ആ പറയുന്നത്. അതിലൊരു അത് അങ്ങനെ പറയാനുള്ള കാരണം, ഒന്ന് ആ ഇബാറത്തിൽ തന്നെ പറഞ്ഞു, ബിസവാലി സമാനി തഹദ്ദി, തഹദ്ദിയുടെ കാലഘട്ടം നീങ്ങലോടുകൂടി ഇജാസ് നീങ്ങുമെന്ന പ്രശ്നം ഈ സർഫത്ത് വാദത്തിലൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇമാം സുയൂത്തിയും ഇമാം സർക്കഷിയും ഇബാറത്ത് കൊണ്ടുവരുന്നത് തന്നെ. അപ്പൊ തഹദ്ദിയുമായി ബന്ധപ്പെട്ട മുഅ്ജിസത്തിനെ പറ്റിയാണ് ആ പറഞ്ഞത്. പൊതു മുഅ്ജിസത്തുകൾക്ക് അത് ബാധകം അല്ല. ഇതാണ് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഇനി നമ്മൾ ഒന്നുകൂടി ആ വിഷയം വിശദീകരിക്കുവാൻ വേണ്ടി ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഓതി വെച്ച ഒരു ഹദീസ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. എന്താണ് ഹദീസ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ പറയുകയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിനൽ അംബിയാഇ നബിയ്യുൻ, പൂർവകാലത്തുള്ള ഒരു നബിയുമില്ല, ഇല്ലാ ഉഅ്തിയ മാ മിസ്ലുഹു ആമന അലൈഹിൽ ബശർ, അവർക്ക് മനുഷ്യന്മാർ മുഅ്മിനീങ്ങളാവാൻ, അപ്പൊ റിസാലത്തുമായി ഒരാളോ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണല്ലോ അവരുടെ ദഅവത്ത് കൊണ്ട് മുഅ്മിനീങ്ങളാകുക. അപ്പൊ ആ മനുഷ്യന്മാർക്ക് മുഅ്മിനീങ്ങളാവാൻ വേണ്ടി ചില മുഅ്ജിസത്തുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നമാ കാനല്ലദീ ഊതീതു, ഇന്നമാ കാനല്ലദീ ഊതീതു വഹ്യൻ ഔഹാഹുല്ലാഹു ഇലയ്യ, പക്ഷെ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത് ഖുർആൻ മാത്രമാണ്. എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, പൂർവ്വകാലത്തുള്ള പ്രവാചകന്മാർക്കൊക്കെ പല മുഅ്ജിസത്തും കൊടുത്തിട്ടുണ്ട്, എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത് വഹയിന്റെ കലാമായ ഖുർആൻ മാത്രമാണ്. ഇത് സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. ഈ ഹദീസ് ഒറ്റയ്ക്ക് നമ്മൾ പറയാൻ പറ്റുമോ? അപ്പൊ റസൂലുള്ളാഹിക്ക് ഖുർആൻ മാത്രമേ മുഅ്ജിസത്തുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ആ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് തഹദ്ദിയുമായി ബന്ധപ്പെട്ട മുഅ്ജിസത്ത്, അത് ഖുർആൻ മാത്രമാണ്. ഈ ഖുർആൻ തഹദ്ദിയുമായി ബന്ധപ്പെട്ട മുഅ്ജിസത്തിനെ പറ്റിയാണ് ആ പറഞ്ഞത്. അഥവാ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുമായി സംവദിക്കുമ്പോൾ അനിവാര്യമായി വരുന്ന, അത്യാവശ്യമായി വരുന്ന, അവരെ വെല്ലുവിളിക്കുവാൻ വേണ്ടി, നേർക്കുനേരെയുള്ള വെല്ലുവിളിയുമാവാം, അല്ലെങ്കിൽ റിസാലത്തിന്റെ വാദത്തിൽ അടങ്ങിയതായ വെല്ലുവിളിയുമാവാം. അങ്ങനെയുള്ള വെല്ലുവിളിച്ചുകൊണ്ടുള്ള അതുമായി ബന്ധപ്പെട്ട മുഅ്ജിസത്തിനെ പറ്റിയാണ് ആ പറയുന്നത്. അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട മുഅ്ജിസത്തുകൾ തന്നെ എല്ലാം മുറിഞ്ഞു എന്നാണോ അതിന്റെ അർത്ഥം? ശരിക്കും മനസ്സിലാക്കാം. എല്ലാം മുറിഞ്ഞു എന്നാണോ അതിന്റെ അർത്ഥം? അതും അല്ല. അല്ല എന്ന് പറയാനുള്ള കാരണം, ഞാനിപ്പോൾ 2 കിതാബ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എന്റെ മേശപ്പുറത്തുനിന്ന് 2 കിതാബ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ ഇമാം ഖാതിമത്തുൽ മുഹഖ്ഖിഖീൻ, മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അൽ മിനഹുൽ മക്കിയ എന്നുള്ള കിതാബാണ് ഞാൻ ഇപ്പോൾ കയ്യിൽ വെച്ചിട്ടുള്ളത്. ഈ കിതാബിന്റെ 136-ാമത്തെ പേജിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കിതാബിന്റെ 136-ാമത്തെ പേജിൽ പറയുന്നു. എന്താണ് പറയുന്നത്? അല്ല, ഇതിന്റെ 147-ാമത്തെ, എന്റെ കയ്യിലുള്ള മിനഹുൽ മക്കിയ എന്ന് പറയുന്നത് വളരെ പഴയ കോപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള മിനഹുൽ മക്കിയ പുതിയ കോപ്പിയായിരിക്കും. അതിൽ പേജ് നമ്പർ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എന്താണ് ഇതേ ഇബാറത്ത്? ശരിക്കും മനസ്സിലാക്കണം. ഇമാം സുയൂത്തിയുടെ ഈ ഇബാറത്ത് നാളെ മുതൽ പറഞ്ഞു പോകരുത്. മുഅ്ജിസത്ത് മുറിഞ്ഞു, അതുകൊണ്ട് നിഴലുണ്ടാകുകയില്ല, മുഅ്ജിസത്ത് മുറിഞ്ഞു, അതുകൊണ്ട് തിരുകേശം കത്തും എന്ന് വാദിക്കുന്ന ആളുകളോട് പറയട്ടെ, നാളെ മുതൽ SKICRന്റെ ഈ സന്ദർഭോചിതമായ ഈ ഇടപെടൽ നടന്നതിന് ശേഷം നാളെ മുതൽ ഇനി ഈ വാദം പറയാൻ പറ്റൂല. നാളെ മുതൽ ഈ വാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും? നിങ്ങൾ ഇമാമിങ്ങളെ തള്ളിപ്പറഞ്ഞവരാണെന്ന് ഞങ്ങൾക്ക് വിധി എഴുതേണ്ടി വരും. എന്താണ്?
മഹാനായ ഇമാം ഇബ്നു കസീർ തങ്ങൾ പറയാണ്, വഹീന ഇദിൻ വൽ ഖൗലു ബിസ്സർഫത്തി, ഖുർആനിന്റെ അമാനുഷികത എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് കഴിവില്ലാതിരിക്കുക എന്നതല്ല. ജനങ്ങൾക്ക് ഖുർആൻ പോലുള്ള കിതാബ് കൊണ്ടുവരാൻ കഴിയും, പക്ഷെ അല്ലാഹു തആല തൽക്കാലം അത് അവരിൽ നിന്ന് എടുത്തൂരിയതാണ് എന്ന വാദം, ആ വാദം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും. യൽസമുഹു ഇളാഫത്തുഹു ഇലല്ലാഹി തആല. അപ്പൊ അമാനുഷികത എന്നുള്ളത് അല്ലാഹുവിലേക്ക് ചേർത്തേണ്ടി വരും. ഖുർആനിന് അമാനുഷികത ഇല്ല എന്ന് വരും. ലാ ഇലൽ ഖുർആനി വഹീന ഇദിൻ യൽസമുഹു സവാലുൽ ഇജാസ് ബിസവാലി സമാനി തഹദ്ദി. വെല്ലുവിളിയുടെ കാലഘട്ടം കഴിയലോടുകൂടി ഖുർആനിന്റെ അമാനുഷികത നീങ്ങിപ്പോയി എന്നുള്ളൊരു പ്രശ്നം വരും. വഫീഹി, അതാണെങ്കിലോ ഖർഖുൽ ഇജ്മാഇൽ ഉമ്മ, ഉമ്മത്തിന്റെ ഇജ്മാഇനെ പൊളിക്കലാണ്. എന്താണ് ഉമ്മത്തിന്റെ ഇജ്മാഅ്? അന്ന മുഅ്ജിസത്തർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൽ ഉദ്മാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്താകുന്ന ഖുർആൻ ബാഖിയത്തുൻ, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. വലാ മുഅ്ജിസത ലഹു, നബി തങ്ങൾക്ക് മുഅ്ജിസത്ത് ബാഖിയത്തുൻ ബാഖിയായിട്ടില്ല. അദ്ഹറ, ഇമാം സുയൂത്തിയുടെയും സർക്കശിയുടെയും ഒക്കെ ഇബാറത്തിന് ഖൈദ് പറഞ്ഞുകൊണ്ട്, അതിന് നിബന്ധന വെച്ചുകൊണ്ട് ശാഫിഈ മദ്ഹബിലെ മുഹഖ്ഖീങ്ങളുടെ ഷാഫിഈ മദ്ഹബിലെ മുഹഖ്ഖീങ്ങളുടെ അവസാനത്തെ കണ്ണിയായ മഹാനായ ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറയുന്നത് എന്താണ്? മറ്റു മുഅ്ജിസത്തുകൾ നിലനിൽക്കില്ല എന്ന് പറഞ്ഞെടുത്തൊരു ഖൈദ് കൊടുക്കുകയാണ്. വലാ മുഅ്ജിസത ലഹു ബാഖിയതൻ അദ്ഹറ മിനൽ ഖുർആൻ. ഖുർആനിനേക്കാൾ അദ്ഹറായിട്ട്, ഖുർആൻ വളരെ ലാഹിറാണ്. ഖുർആന്റെ ഇജാസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമുസ്ലിമീങ്ങൾക്കും ബുദ്ധിജീവികൾക്കും എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും എല്ലാവർക്കും ഇങ്ങനെ കൂടുതൽ കൂടുതൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കോലത്തിലുള്ള മുഅ്ജിസത്തുകൾ നിലനിൽക്കുന്നില്ല. ഏതുപോലെ ചന്ദ്രനെ പിളർത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രനെ പിളർത്തി. ആ ചന്ദ്രനെ പിളർത്തിയത് കേരളത്തിലുള്ള ഒരു രാജാവ് കണ്ടിട്ട് ആ രാജാവ് മുസ്ലിമായിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഷഹാദത്ത് കലിമ ചൊല്ലി. ഈ രൂപത്തിൽ ചന്ദ്രനെ പിളർത്തുക പോലുള്ള ആ രൂപത്തിൽ സർവവ്യാപകമായ അദ്ഹറായ രൂപത്തിൽ ഖുർആനിനേക്കാൾ ബാക്കിയായിട്ട് എന്തില്ല, ഖുർആനല്ലാതെ അദ്ഹറായ കൂടുതൽ വ്യക്തമായ മുഅ്ജിസത്തുകൾ നിലനിൽക്കുന്നില്ല. അതാണ് അതിന്റെ അർത്ഥം. ഇതേ വിഷയം തന്നെ ശാഫിഈ മദ്ഹബിലെ തന്നെ മറ്റൊരു പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനായ ഇമാം സുലൈമാനുൽ ജമൽ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അൽ ഫുതുഹാത്തുൽ അഹ്മദിയ്യ ബിൽ മിനഹിൽ മുഹമ്മദിയ്യ എന്ന കിതാബിൽ, അൽ ഫുതുഹാത്തുൽ അഹ്മദിയ്യ ബിൽ മിനഹിൽ മുഹമ്മദിയ്യ എന്ന കിതാബിന്റെ 70-ാമത്തെ പേജിൽ, ഞാൻ ആ 70-ാമത്തെ പേജ് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 70-ാമത്തെ പേജിൽ എന്താ പറയുന്നത്? അദ്ദേഹവും പറയുന്നത് കണ്ടില്ലേ? എന്താ പറയുന്നത്? ഈ സർഫുവാദം, വൽ ഖൗലു ബിസ്സർഫി യൽസമുഹു ഇമാഫത്തുഹു ഇലല്ലാഹി ലാ ഇലൽ ഖുർആൻ, വഹീന ഇദിൻ യൽസമുഹു സവാലുൽ ഇജാസ് ബിസവാലി സമാനി തഹദ്ദി وفيه خرق لإجماع الأمة على أن معجزة الرسول باقية ولا معجزة له باقية أظهر من القرآن. അദ്ഹറായിട്ടുള്ള കൂടുതൽ വ്യക്തമായിട്ടുള്ള മുഅ്ജിസത്തുകളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള വളരെ പ്രകടമായ മുഅ്ജിസത്തുകൾ നിലനിൽക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥമെന്ന് സുയൂത്തി ഇമാമിന്റെ ഇബാറത്തിനും സർകശി ഇമാമിന്റെ ഇബാറത്തിനും സുബുലുൽ ഹുദാ വർ റഷാദിന്റെ ഇബാറത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് നാളെ ചില സുഹൃത്തുക്കളൊക്കെ വാട്സപ്പിൽ അയച്ചിരുന്നു. എന്താണ് സുബുലുൽ ഹുദാ വർ റഷാദിന്റെ ഇബാറത്ത്? എന്താണ് സുബുലുൽ ഹുദാ വർ റഷാദിൽ 2 ഇബാറത്തുണ്ട് അതുമായി ബന്ധപ്പെട്ട്. സുബുലുൽ ഹുദാ വർ റഷാദിൽ അതുമായി ബന്ധപ്പെട്ട് 2 ഇബാറത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇബാറത്ത് ഇങ്ങനെയാണ്: ഫൽ ഖുർആനു അഫ്ദലുൽ മുഅ്ജിസാത്തി ലിബഖാഇഹി ബഅദ വഫാഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യബ്ഖ മുഅ്ജിസൻ ഗൈറുഹു ബഅദ വഫാത്തിഹി. ഖുർആനാണ് ഏറ്റവും ശ്രേഷ്ഠമായ മുഅ്ജിസത്ത്, കാരണം അത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം നിലനിൽക്കുന്നുണ്ടല്ലോ. അതല്ലാതെ വഫാത്തിന് ശേഷം നിലനിൽക്കുന്ന മുഅ്ജിസത്തുകൾ ഇല്ല. വേറൊരു ഇബാറത്ത് എന്താണ്? സുബുലുൽ ഹുദാ വർ റഷാദിൽ തന്നെ മറ്റൊരു ഇബാറത്തിൽ പറയുന്നത്: وإلا فقد أوتي من والمراد به القرآن وقد تقدم أنه المعجزة الباقية على وجه الدوام إلى يوم القيامة لبلوغه أعلى طبقات البلاغة وأقصى غايات الإعجاز. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്ത് ഖുർആനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ ലാഹിറായി
വളരെ പ്രകടമായ മഅ്ജിസത്തുകളിൽ നിന്ന് ഖുർആനല്ലാതെ മറ്റു മഅ്ജിസത്തുകളൊന്നും ഇന്ന് നിലനിൽക്കുന്നില്ല. അതേ സമയത്ത് ഒരുപാട് മഅ്ജിസത്തുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അപ്പോ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മുഅ്ജിസത്ത് നുബുവത്തുമായി ബന്ധപ്പെട്ട മുഅ്ജിസത്തും റിസാലത്തുമായി ബന്ധപ്പെട്ട മുഅ്ജിസത്തും ഇതിനെല്ലാത്തിനെയും കൂടി വിശാലമായി ഉൾപ്പെടുത്തുന്ന വിശാലാർത്ഥത്തിലുള്ള മുഅ്ജിസത്തുകൾ, ആ മുഅ്ജിസത്തുകൾ മുറിഞ്ഞു എന്നവരാരും പറഞ്ഞിട്ടില്ല. രണ്ടാമതായിട്ട് തഹദ്ദിയുമായി ബന്ധപ്പെട്ട ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ആവശ്യമായ മുഅ്ജിസത്തുകൾ, അതുതന്നെ കുഫാറിന്റെ സാന്നിധ്യത്തിലൊക്കെ അവിശ്വാസികളെ വെല്ലുവിളിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള മുഅ്ജിസത്തുകൾ, ആ മുഅ്ജിസത്തുകളിൽ നിന്ന് ഖുർആനിനേക്കാൾ വാഹിറായിട്ടുള്ള മറ്റു മുഅ്ജിസത്തുകളൊന്നും തന്നെ അൻഹറായ മുഅ്ജിസത്തുകൾ നിലനിൽക്കുന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയും അതുപോലെ സുലൈമാനുൽ ജമലും പോലുള്ള ആളുകളൊക്കെ അവരുടെ കിതാബുകളിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഇബാറത്ത് ഇനി വരാൻ പറ്റൂല അല്ലേ? എങ്ങനെ വരാൻ പറ്റും സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നേരത്തെ നമ്മൾ നൗഷാദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ എത്ര മൊയ്സത്തുകളുണ്ട്. ഞാനൊരു മൊയ്സത്ത് മാത്രം ഇപ്പോ ഒരൊറ്റ മൊയ്സത്ത് ഞാൻ മഹാനായ ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബിൽ പറഞ്ഞ ഒരു ഇബാറത്ത് എന്താണ്? ഖാദി ഇയാദ് പറയാം, വമിൻ ദാലിക ഐ വമിൻ ഖസാഇസിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകറാമാതിഹിൽ ബാഹിറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷതകളിൽപ്പെട്ടതാണ്, അവിടുത്തെ അത്യുന്നതമായ ബഹുമതികളിൽപ്പെട്ടതാണ് മത്തല അലൈഹി മിനൽ ഉയൂബി വമാ യകൂനു, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ അദൃശ്യകാര്യങ്ങൾ നബി തങ്ങൾക്ക് അറിയുക എന്നുള്ളത്. വഹാദിഹിൽ മുഅ്ജിസത്തു, ഈ മുഅ്ജിസത്ത് മിൻ ജുംലത്തി മുഅ്ജിസാതിഹിൽ മഅലൂമത്തി അലൽ ഖത്ഇ, ഖണ്ഡിതമായ പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ട മുഅ്ജിസത്താകുന്നു ഇത്. നബി തങ്ങൾക്ക് വൈബ് അറിയുമെന്നുള്ളത്, മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്നുള്ളത്. സുഹൃത്തുക്കളെ, റസൂലുള്ള വഫാത്തായതോടുകൂടി ഇപ്പൊ റസൂലുള്ളാഹ്ക്ക് ഒരു വൈബുമില്ല. റസൂലുള്ളാഹ്ക്ക് വഫാത്തായതോടുകൂടി റസൂലുള്ളാഹ്ക്ക് ഇപ്പൊ ഒരു വൈബുമില്ല എന്നാണോ? ഒരു മറഞ്ഞ കാര്യങ്ങളും അറിയില്ല എന്നാണോ? ഖബറിന്റെ 6 അടിയുടെ ഉള്ളിലുള്ള അവിടെ കിടക്കുന്ന ആ ഒരു വിഷയം മാത്രമേ അറിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ ജീവിച്ചിരിപ്പുള്ളവരാണ്, നിസ്കരിക്കുന്നവരാണെന്ന് സഹീഹായ ഹദീസിൽ അമ്പിയാക്കളെ പറ്റി പറഞ്ഞിട്ടില്ലേ? അതവരുടെ ഒരു മൗഇസത്താണ്, അതൊന്നും നിലനിൽക്കുന്നില്ലേ? രണ്ടാമത് അല്ലാഹു റസൂൽ പറഞ്ഞ ഹദീസില്ലേ, എന്താണ്? ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഖൈറാണ്. മരണം എങ്ങനെയാണ് നിങ്ങൾക്ക് ഖൈർ എന്ന ചോദ്യത്തിന് റസൂൽ തന്നെ മറുപടി പറഞ്ഞ എന്താണ്? നിങ്ങൾ ഖിയാമത്ത് നാൾ വരെയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്റെ മേൽ വെളിവാക്കപ്പെടും. അത് നല്ല പ്രവർത്തനങ്ങളാണെങ്കിൽ ഞാൻ അതുകൊണ്ട് സന്തോഷിക്കും, ഞാൻ അല്ലാഹുവിനോട് ഹംദ് ചെയ്യും. അല്ല, തിന്മയാണ് പ്രവർത്തിക്കുന്നതെങ്കിലോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും. അപ്പോ ഇന്ത്യയിൽ നടക്കുന്ന പ്രവർത്തനം, എന്റെ ഈ പ്രസംഗം, നിങ്ങളുടെ ഈ ഇരിപ്പ്, അതുപോലെ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നു, നബി അതിൽ ഇടപെടുന്നു. അത് റസൂൽ തന്നെ പറഞ്ഞതല്ലേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ? അപ്പൊ ആ മൗഇസത്ത് മുറിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ പോയിട്ട് ആവലാതി പറഞ്ഞിട്ട് അല്ലേ പരിഹാരമുണ്ടായില്ലേ? ആയിഷാബി പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന്റെ മുകളിൽ ആ തട്ടിൽ ഒരു ദ്വാരമുണ്ടാക്കിയാൽ നിങ്ങൾക്ക് മഴവർഷിക്കുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ മഴവർഷിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗഇസത്തുകളുടെ കൂട്ടത്തിൽ, അവിടുത്തെ അമാനുഷികതകളുടെ കൂട്ടത്തിലല്ലേ മഹാന്മാരായ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ ഉദ്ധരിച്ചത്? ഹദീസിന്റെ കിതാബുകളിൽ അങ്ങനെയല്ലേ അതിനെ ഉദ്ധരിച്ചിട്ടുള്ളത്? അങ്ങനെ എന്തെല്ലാം പറയാം അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ സഹോദരന്മാരെ, മൗഇസത്ത് മുറിയും എന്ന് പറഞ്ഞത് തന്നെ തഹദ്ദിയുമായി ബന്ധപ്പെട്ട മൗഇസത്തുകളാണ്. അത് തന്നെ വളരെ ലാഹിറായ, വളരെ പ്രകടങ്ങളായ മൗഇസത്തുകളെ പറ്റി മാത്രമാണ് ആ പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരൊറ്റ ഇബാറത്ത് കൂടി ഞാൻ ഉദ്ധരിക്കാം, ഒരു ഇബാറത്ത് കൂടി ഞാൻ ഉദ്ധരിക്കാം. ഇതേ വിഷയം തന്നെ മഹാനായ ശാഫിഈ മദ്ഹബിലുള്ള പ്രഗത്ഭനായ പണ്ഡിതൻ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ ഉസ്താദായ മഹാനായ സക്കരിയ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറയുന്നതെന്ന് കാണുക. എന്താ സക്കരിയ അൻസാരി തങ്ങൾ പറയുന്നത്? സക്കരിയ അൻസാരി പറയാണ്, ഫഉദൂലുൽ മുസന്നിഫി അൻഹാ ഇലാ മാ ഖാലഹുൽ മുഫീദു ലിഹസ്രി ബഖാഇ മുഇസത്തിഹി ഫിൽ ഖുർആൻ, അവശേഷിക്കുന്ന മുഇസത്ത് ഖുർആൻ മാത്രമാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഇബാറത്ത് ഖദിയുഖാലു, അവിടെ ഇങ്ങനെ പറയപ്പെടും, ഇൻ അറാദ ബിഹിൽ മുഇസത്തുൽ കുബ്ര, വലിയ മുഇസത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫമുസല്ലമുൻ, അങ്ങനെയാണെങ്കിൽ മുഇസത്ത് ഖുർആൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ വലിയ മുഇസത്തുകളിൽ നിന്ന് ഖുർആൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നാണ് ഉദ്ദേശമെങ്കിൽ അത് സമ്മതിക്കപ്പെട്ടതാണ്.
തീരെ മുഇസ്സത്ത് ഖുർആനില്ലാത്ത മുഇസ്സത്ത് ഉണ്ടാവൂല എന്ന് പറയുന്നത് ഫമംനൂഉൻ, അത് സമ്മതിക്കുകയില്ല എന്ന് അവിടെ പറയപ്പെടും എന്ന് പറഞ്ഞ പിന്നെ അത് ആ വിഷയം വിശദീകരിക്കാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇജ്മാ ഉണ്ട്, ഖുർആനല്ലാത്ത മുഇസ്സത്തുകളൊക്കെ മുറിയും എന്ന് പറഞ്ഞതിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞ ഇബാറത്ത് തഹദ്ദിയുമായി ബന്ധപ്പെട്ട മുഇസ്സത്തുകളെ പറ്റിയാണ് എന്നും അതുതന്നെ കൂടുതൽ ബാഹിറായ മുഇസ്സത്തുകളിൽ നിന്ന് ഖുർആൻ മാത്രമാണ് എന്നാണ് അതിന് അർത്ഥമുള്ളത് എന്നും നമ്മളത് മനസ്സിലായി. അത് മനസ്സിലാക്കി കഴിഞ്ഞ് ഇനി ആ ഇബാറത്ത് ഏറ്റവും വരരുത്, അതേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ രണ്ടാമതായിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ഖുസൂസിയത്തുകളുണ്ട്. അതിന് നിങ്ങൾ കറാമത്തിന്റെ പേര് പറഞ്ഞാലും വേണ്ടില്ല, ഖുസൂസിയത്ത് എന്ന പേര് പറഞ്ഞാലും വേണ്ടില്ല. ഖുസൂസിയത്ത് എന്ന രൂപത്തിലാണ് മഹാനായ ഇമാം ഹനബി തങ്ങൾ, ഷാഫി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനാണ് ഇമാം ഹനബി തങ്ങൾ. ഇമാം ഹനബി തങ്ങൾ അവിടുത്തെ സീറത്തുൽ ഹനബിയിലൊക്കെ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട അഥവാ റിസാലത്തുമായി ബന്ധപ്പെട്ട മുഅ്ജിസത്തുകളെ സംബന്ധിച്ച് എന്തെന്ന് പറഞ്ഞു? മുഅ്ജിസത്ത് എന്നും അല്ലാത്തതിനെ സംബന്ധിച്ച് ഖുസൂസിയത്ത് അല്ലെങ്കിൽ ഖസായിസ് എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഖസായിസുകളിൽപ്പെട്ട ഒരു ഖസായിസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നയലുണ്ടാവൂല എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നയലുണ്ടാവൂല. നമ്മുടെ ഇമാമിങ്ങളിൽ എത്ര ഇമാമിങ്ങളാണ്? നമ്മുടെ സുന്നീസത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, റൗഷാദ് സാഹിബിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എണ്ണിയാലൊടുങ്ങാത്ത കിതാബുകളിൽ അങ്ങനെ ഇമാമിങ്ങൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഏതാനും ചില ഇമാമിങ്ങളെ മാത്രം ഞാനിവിടെ പറയാം ഉദ്ദേശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നയലുണ്ടായിട്ട് തീരെ ഉണ്ടായിട്ടില്ല, ഇടക്കിടക്ക് ഉണ്ടാവുന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നയല് തീരെ ഉണ്ടായിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയ ഏതാനും ചില ഇമാമിയങ്ങളെ മാത്രം ഞാനിവിടെ ശ്രദ്ധയിൽപ്പെടുത്താം അല്ലെ. എന്നിട്ട് ഇമാമിയങ്ങൾ പറഞ്ഞതിനെതിരെ ഹദീസ് ഇജ്തിഹാദ് ചെയ്യാൻ ചില ആൾക്കാർ. ഇമാമിങ്ങൾ സാധാരണ നമ്മൾ മുജാഹിദീങ്ങൾ ചോദിക്കാറുണ്ട്, ഇമാമിങ്ങൾ പറഞ്ഞതിനെതിരെ ഹദീസ് ഇജ്തിഹാദ് ചെയ്യാൻ എന്ത് ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്കുള്ളത് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അതേ ചോദ്യം ഇപ്പൊ ഇവരോട് ചോദിക്കാനാണ്. ഞാൻ ഉദാഹരണം പറയാം. എത്രയോ ഇമാമി, ഇമാം റസീൻ, മുഹദ്ദിസായ ഇമാം റസീൻ, അല്ലാമ ഇബ്നു സബഅ്, ശിഫാഉ സുദൂർ എന്ന കിതാബിന്റെ ഉടമയായ അല്ലാമ ഇബ്നു സബഅ്, ഖാദി ഇയാദ് കിതാബ് ശിഫയിൽ പറയുന്നു. അതുപോലെ തന്നെ ആരിഫ് ബില്ലാഹ് മഹാനായ മുഹമ്മദ് ബലഖി റൂമി റളിയല്ലാഹു തആല പറയുന്നു. അല്ലാമ ഹുസൈൻ ബിൻ മുഹമ്മദ് പറയുന്നു. അതുപോലെ തന്നെ സീറത്തുൽ ഹലബിയുടെ ഉടമയായ ഇമാം ഹലബി തങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇമാം ശംസുദ്ദീൻ അബുൽ ഫർജ് ഇബ്നു ജൗസി അൽ വഫാ എന്ന കിതാബിന്റെ രചയിതാവ് രേഖപ്പെടുത്തുന്നു. അല്ലാമ ശിഹാബുദ്ദീൻ ഖഫാജി രേഖപ്പെടുത്തുന്നു. ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് ഖതീബ് ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇമാം ദുർഖാനി രേഖപ്പെടുത്തുന്നു. മൗലാന അബ്ദുൽ ഹഖ് മുഹദ്ദിസു ദഹ്ലവി രേഖപ്പെടുത്തുന്നു. മുജദ്ദിദ് അൽഫസാനി ഇമാം അഹ്മദ് ഫാറൂഖ് സർഹന്ദി റളിയല്ലാഹു തആല രേഖപ്പെടുത്തുന്നു. മൗലാന അബ്ദുൽ അലി ലഖ്നവി രേഖപ്പെടുത്തുന്നു. ഷെയ്ഖുൽ ഹദീസ് മൗലാന ഷാഹ് അബ്ദുൽ അസീസ് അദ്ദഹ്ലവി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ എത്രയെത്ര ആളുകളാണ് രേഖപ്പെടുത്തുന്നത്. മഹാനായ ഇമാം സുർഖാനി, മാലിക്കി മദ്ഹബുകാരനായ ഇമാം സുർഖാനി ശറഹുൽ മവാഹിബിൽ പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറയാണ്, വലം യകുല്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ദില്ലുൻ ഫീ ശംസിൻ വലാ ഖമരിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെയിലിലോ ചന്ദ്രനിലോ നയൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ഫുലാന്റെ വാട്സപ്പ് പ്രയോഗം ഞാൻ കേട്ടു. നബി തങ്ങൾക്ക് നയലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കാഫിരിങ്ങൾ ചവിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആ ഇല്ലത്തുള്ളടത്തെ ആ മഅലൂൽ ഉണ്ടാവുള്ളൂ, ഇല്ലത്തില്ലാത്തടത്ത് ആ മഅലൂൽ ഉണ്ടാവൂല എന്ന് പറഞ്ഞാല് ആൾക്കാർ ചവിട്ടുമ്പോ നയലുണ്ടാവൂല, ആൾക്കാർ ചവിട്ടാനില്ലെങ്കിൽ നയലുണ്ടാകും. സഹോദര, അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. അതതിന്റെ ഒരു ലക്ഷ്യമാണ്. ആളുകൾ ചവിട്ടി നിന്ദിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് അതിന്റെ ലക്ഷ്യമാണ്, അതിന്റെ ഓയത്താണ്. ആ ഓയത്ത് ഒരിക്കലും സംഭവിക്കാനുള്ള സാധ്യത പോലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരിക്കലും നയലുണ്ടാവില്ല എന്നാ ഇമാം ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇബാറത്ത് എന്താണ്? എത്ര ശക്തിയുള്ള ഇബാറത്താണ്. മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു തന്റെ ശറഹുൽ ഹംസിയയിൽ 4 സ്ഥലത്ത് ഈ വിഷയം പറഞ്ഞതായിട്ട് ഈ ഉള്ളവൻ കണ്ടിട്ടുണ്ട്. 4 സ്ഥലത്ത്. എത്ര സ്ഥലത്ത്? 4 സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. 4-ലധികം സ്ഥലത്തുണ്ടോ ഇല്ലെന്നുള്ള എനിക്കറിയില്ല, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ 4 സ്ഥലത്താണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും ശക്തമായ ഇബാറത്താണ്. എന്താണെന്നറിയോ? എന്താ? ലാ യദ്ഹറു ലഹു ദില്ലുൻ അസ്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
ലാ യദ്ഹറു ലഹു ദില്ലുൻ അസ്ലാ. അവിടുത്തെ ശർഹുൽ ഹംസയുടെ 12ാമത്തെ പേജിൽ വളരെ കൃത്യമായിട്ട് തന്നെയാണ് ആ വിഷയം പറയുന്നത്. എന്താ പറയുന്നത്? ലാ യദ്ഹറു ലഹു ദില്ലുൻ അസ്ലൻ. ഈ വാക്യാണ് കൂടി വായിക്കാം. എന്താണ്? വസയ്യറഹു നൂറൻ വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദ് ഖല്ലസഹു മിൻ അല്ലാഹു മിൻ സാഇബിൽ ഖസാഇഫിൽ ജിസ്മാനിയ. ശാരീരികമായ എല്ലാ തിക്കുകളെ തൊട്ടും അല്ലാഹു രക്ഷപ്പെടുത്തി. വസയ്യറഹു നൂറൻ സർഫൻ. തനി നൂറാക്കി. നൂറ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ സാധാരണ കാണുന്ന ഈ വെളിച്ചം നല്ലട്ടോ. അല്ലാഹു നൂറു സമാവാതി വൽ അർദി എന്ന് പറയുന്ന നൂറുണ്ട്. മസലു നൂരിഹി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ പറ്റിയാണ് ആ നൂറ് എന്ന് പറയുന്നത്. ആ നൂറ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഈ കാണുന്ന പ്രകാശമല്ല. അപ്പൊ റസൂലുള്ള ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ അവിടെ ഇങ്ങനെ വെളിച്ചം വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷാ ബീവിയുടെ വീട്ടില് രാത്രി നിസ്കരിക്കുമ്പോ ഇരുട്ടത്ത് നിസ്കരിച്ചപ്പോ നബിയുടെ നിസ്കാര സ്ഥലം കാണാതെ വിലങ്ങിട്ട് കിടന്നിരുന്ന ആയിഷാ ബീവി സുജൂദ് ചെയ്യുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തോണ്ടും. അപ്പൊ കാല് മടക്കി വെച്ച് കൊടുക്കും. പിന്നെ സുജൂദിന് എഴുന്നേൽക്കുമ്പോൾ വീണ്ടും കാല് നിർത്തും. പിന്നെ സുജൂദിക്ക് വരുന്ന സമയത്ത് റസൂൽ ഒന്ന് തോണ്ടും. കാരണം എപ്പോഴാ വരികയെന്ന് അറിയില്ലല്ലോ, കറണ്ട് ഇല്ല, കറണ്ട് എന്ന് പറയുന്നത് വെളിച്ചമില്ലാത്തത് കൊണ്ട് അല്ലേ. ഉദയ്യത്ത് ഷെയർ കൂടാൻ സ്ത്രീകൾക്ക് പറ്റുമോ എന്നൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശരിക്കും മനസ്സിലാക്കണം. റൈസാൻ ചെയ്ത ആളുകൾക്ക് ഞാൻ സമയം തരികയാണ്, ചുരുക്കുകയാണ്. ലാ യദ്ഹറു ലഹു ദില്ലുൻ അസ്ലാ. കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും നയനുണ്ടായിട്ടില്ല. അപ്പോ ഒരിക്കലും നയനുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അപ്പൊ ആളുകൾ ചവിട്ടാതിരിക്കാൻ വേണ്ടി എന്നുള്ളത് അതിന്റെ ഒരു ലക്ഷ്യമായിട്ട്, അത് ഒരു ലക്ഷ്യമായിട്ട് പറഞ്ഞതാണ്. മാത്രമല്ല അന്നഹു കാന നൂറൻ, അത് വേറെ ലക്ഷ്യമാണ് അല്ലേ. അപ്പൊ അങ്ങനെ പല ലക്ഷ്യങ്ങളുമുണ്ട്. അതിൽപ്പെട്ട ഈ ഒരു ലക്ഷ്യം ഉണ്ടാവുമ്പോ മാത്രമേ നയനില്ലാത്തുള്ളൂ, അല്ലെങ്കിൽ നയനുണ്ടാവൂല എന്നൊന്നും അതിനർത്ഥമല്ല. അല്ലെങ്കിൽ നയനുണ്ടാകും എന്നൊന്നും അതിനർത്ഥമില്ല. പിന്നെ ഈ റസൂലുള്ള നൂറായിരുന്നു, റസൂലുള്ള പ്രകാശമായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഞാനീ സംസാരിക്കുന്ന റൂമില് ഒരു ചെറിയ CFL-ന്റെ വെളിച്ചം അല്ലേ, എന്താ പറയുന്നത് കേട്ടില്ല, ഒരു CFL-ന്റെ വെളിച്ചം, ആ വെളിച്ചം അങ്ങനത്തെ വെളിച്ചം ഉണ്ടെന്നല്ല. ആയിഷാ ബീവിയുടെ റൂമിൽ അങ്ങനത്തെ വെളിച്ചം വരുന്നിരുന്നു എന്നൊന്നല്ല ഈ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ എത്ര ഇബാറത്തുകൾ പറയുന്നുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു എത്രയോ ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിലെല്ലാം തന്നെ ഈ വിഷയം ഉദ്ധരിക്കുകയും ഇത് സഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ, സഹീഹായ ഹദീസുണ്ട്, ദഈഫായ ഹദീസുണ്ട്. ഇത് ദഈഫായ ഹദീസ് ആണെങ്കിൽ തന്നെ ഖുർആനിന്റെയും മറ്റുമൊക്കെ സൂചനകളെയെല്ലാം വെച്ചുകൊണ്ട്, ഖുർആനിലും ഹദീസിലുമൊക്കെയുള്ള സൂചനകളെയെല്ലാം അതിലേക്ക് ചേർക്കുമ്പോൾ ആ ദഈഫിന്റെ ദുഅഫ്, അതിന്റെ ബലഹീനത പരിഹരിക്കപ്പെട്ടതുകൊണ്ട് ഇമാമുമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനാഖിബിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കിതാബുകൾ പറയുന്നുണ്ട് അല്ലേ. ഞാൻ ഇനി ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇനി സംശയമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, അപ്പൊ നമുക്ക് പറയാം. അതേപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം കത്തുക എന്നുള്ളത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം കത്തുമോ? കത്തുകയില്ല എന്ന് ഇമാമികൾ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം കത്തുകയില്ല എന്ന് ഇമാമികൾ പറയുകയാണ്. അതിന് പുറമെ അത് പറഞ്ഞ് സീറത്തുൽ ഹലബിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ അത് പ്രവൃത്തിപദത്തിൽ കാണിച്ചിട്ടുമുണ്ട്. ഹാഫിദുൽ ദഹബിയുടെ താരീഖുൽ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശങ്ങൾ കത്തിച്ചിട്ട് കത്താത്ത സംഭവം വളരെ വ്യക്തമായി ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് എന്തിനു വേണ്ടിയാണ് അവിടെ കത്തിച്ചു നോക്കിയത്? നബിയുടേതാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. അതുപോലെ തന്നെ നസീമുർ റിയാദിന് ശിഹാബുദ്ദീനുൽ ഖഫാജി വളരെ വ്യക്തമായിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണോ എന്നുള്ള സംശയം തീർക്കാൻ വേണ്ടി കത്തിച്ചു നോക്കിയിട്ട് കത്താതെ അത് നബിയുടേതാണെന്ന് വളരെ വ്യക്തമായിട്ട് പ്രവൃത്തി പദത്തിൽ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പരിശോധിക്കാൻ വേണ്ടി കത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, കഅബാലയത്തിലുള്ള അതിന്റെ മൂലയിലുള്ള ഹജറുൽ അസ്വദ്, ആ ഹജറുൽ അസ്വദ് ഖറാമിത്തത്ത് എന്ന് പറയുന്ന ദുഷ്ടന്മാര് എടുത്തുകൊണ്ടുപോയി. ഇത് 10-20 വർഷം അവരുടെ കയ്യിലായിരുന്നത്. അവരതിനാകെ തവിട് പൊടിയാക്കിയവര്. അങ്ങനെ മക്കക്കാരെന്ത് ചെയ്തു? ഞങ്ങൾക്ക് ആ ഹജറുൽ അസ്വദ് തിരിച്ചു കിട്ടണമെന്ന് അവരോട് ആവശ്യപ്പെട്ടപ്പോ അവര് പറഞ്ഞു, ഞങ്ങളെടുത്തുള്ള ആ സാധനങ്ങൾ ഞങ്ങൾ തവിട് പൊടിയാക്കിയിട്ടുണ്ട്, അതിപ്പോ ഞങ്ങൾ അത് അവിടെ ഇവിടെ ചെതറി കിടക്കുകയാണ്. അതിൽ ഹജറുൽ അസ്വദിന്റെ പൊട്ടാൾ ഏതാണ്, അല്ലാത്ത ഭൂമിയിലുള്ള കല്ലുകൾ ഏതാണെന്നുള്ള ഞങ്ങൾക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയൂല
ആ സമയത്ത് മക്കക്കാരായ പണ്ഡിതന്മാർ അവിടെ ഒരു ഫത്വ പുറപ്പെടുവിച്ചു. സുന്നികളായ പണ്ഡിതന്മാർ കൊടുത്ത ഫത്വ എന്താണെന്നറിയോ? ഇത് ഹിജറ 300-കളോടനുബന്ധിച്ചുണ്ടായ സംഭവമാണ് എന്നാണ് എന്റെ ഓർമ്മ. എന്താണ്? നിങ്ങൾ ആ ഹജറുൽ അസ്വദിന്റെ പൊട്ടിയ കഷ്ണങ്ങൾ, ആ കഷ്ണങ്ങളും അല്ലാത്ത കല്ലുകളും എല്ലാം കൂടി വാരെടുത്തിട്ട് അതത് കത്തിച്ചു നോക്കുക. കത്തിച്ചു നോക്കിയിട്ട് തീയുടെ സ്പർശനം ഏൽക്കാതെ, തീ സ്പർശിക്കാത്ത അല്ലെങ്കിൽ തീ കൊണ്ട് ഉപദ്രവമേൽക്കാത്ത കല്ലുകൾ ഏതാ എന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പുവരുത്താം അത് ഹജറുൽ അസ്വദിന്റെ കല്ലുകളാണ്, അല്ലാത്തത് ഹജറുൽ അസ്വദല്ല. അങ്ങനെ ഉറപ്പുവരുത്തുകയും അങ്ങനെ ആ കല്ലുകളെ വേർതിരിച്ചെടുക്കുകയും അങ്ങനെയാണ് ഹജറുൽ അസ്വദിന്റെ പൊട്ടിയ കല്ലുകൾ കൊണ്ടുവന്നു വെച്ചത് എന്നാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അങ്ങനെ പരിശോധിക്കുവാൻ വേണ്ടി കത്തിച്ചു നോക്കുക എന്നുള്ള പണി ഇന്നൊന്നിലും തുടങ്ങിയതൊന്നല്ല. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, ആദ്യകാല നൂറ്റാണ്ടുകളിൽ തന്നെ ഉള്ള വിഷയമാണ്. അത് ഒരു നവീനവാദമാണ്, അത് ഹൈന്ദവവാദമാണ്, യുക്തിവാദമാണ് എന്നൊക്കെയുള്ള വിമർശനം തികച്ചും തെറ്റാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഅ്ഇസത്ത് മുറിയുന്നതല്ല. മുറിയും എന്ന് പറയുന്നത് തഹദ്ദിയുമായി ബന്ധപ്പെട്ട മഅ്ഇസത്താണ്. അതുതന്നെ ഖുർആനെ പോലെ വളരെ വാഹിറായി നിൽക്കുന്ന മഅ്ഇസത്തുകളെ പറ്റിയാണ് പറഞ്ഞത്. രണ്ടാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് നേരില്ല എന്നുള്ളത് ധാരാളം ഇമാമികൾ പറഞ്ഞതാണ്. അത് വളരെ വ്യക്തമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശരീരം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം അത് കത്തുകയില്ല എന്ന് നമ്മുടെ ഇമാമികൾ രേഖപ്പെടുത്തിയതാണ്. അത് പരിശോധിച്ച് കാലങ്ങളായി ഉറപ്പുവരുത്തിയതുമായ അനുഭവ പരിജ്ഞാനം. അങ്ങനെയുണ്ട് ചില വിഷയങ്ങൾ, അങ്ങനെയുള്ള ചില തെജ്രിബത്ത് കൊണ്ട് മഅലൂമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, യാ ഇബാദല്ലാഹ് അഈനൂനി. കേരളത്തിൽ വഹാബികൾ ചർച്ച ചെയ്യുന്ന ഒരു ഹദീസാണ് യാ ഇബാദല്ലാഹ് അഈനൂനി. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ഘട്ടത്തിൽ വിജനമായ മരുഭൂമിയിൽ ജനപ്രദേശമല്ലാത്ത സ്ഥലത്ത് ഒരു യാത്രക്കാരൻ അകപ്പെട്ടു. അങ്ങനെ ആ യാത്രക്കാരൻ എന്ത് ചെയ്തു? വാഹനമില്ലാതെ ഗത്യന്തരമില്ലാത്ത അവസ്ഥ വന്നു. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റാതെയായി. അയാൾ ആകപ്പാടെ പരിഭ്രാന്തനാകുന്ന ആ ഘട്ടത്തിൽ യാ ഇബാദല്ലാഹ് അഈനൂനി എന്നുള്ള അതങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇത് ഉലമാക്കൾ പരിശോധിച്ചുറപ്പിച്ചു വരുത്തിയതാണ് എന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു തആല തന്റെ കിതാബിൽ ആദാബിൽ പറയുകയാണ്. അതുപോലെ തന്നെ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബുൽ അദ്കാറിൽ പറയുകയാണ്, ഇത് എന്റെ ഗുരുനാഥൻ എന്റെ കൂടെയുള്ള യാത്രയിൽ ഞങ്ങൾ പരിശോധിച്ചുറപ്പിച്ച കാര്യമാണ്. അപ്പൊ ചില സംഗതികൾ പരിശോധിച്ചുറപ്പിക്കുന്ന സംഗതികളുണ്ട്. അപ്പൊ ഈ വിഷയം ചിലപ്പോൾ ഒരു പക്ഷേ ലഈഫായ ഹദീസിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിരിക്കും. പക്ഷെ അത് മറ്റു ഒരുപാട് തെളിവുകളിലൂടെ അതിന് അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ദൗർബല്യം പരിഹരിക്കപ്പെടും. അതിന് പുറമെ ശക്തിയായ സനദുള്ള ഹദീസിലൂടെയും ഈ നയലില്ലാത്ത വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നയലില്ലാത്ത വിഷയം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് പറയുമ്പോ എന്റെ സുഹൃത്തുക്കൾ 5 മിനിറ്റ് കൂടി അത് പറയുമ്പോ എന്റെ കയ്യിലുള്ള ഒരു കിതാബ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ആ കിതാബിന്റെ പേരാണ് ജമാഅത്തുത് തബ്ലീഗ് ഫി ശിബ്ഹിൽ ഖാറത്തിൽ ഹിന്ദിയ തഅരീഫുഹാ അഖായിദുഹാ എന്ന് പറഞ്ഞിട്ട് ഒരു വഹാബിയുടെ കിതാബാണ്. ദക്തൂർ അൽ ഉസ്താദ് അബൂ ഉസാമ സയ്യിദ് താലിബുർ റഹ്മാൻ എഴുതിയ ഒരു കിതാബ്. ആ കിതാബിന് അതിന് പുസ്തക പരിചയം നടത്തിയത് ഫദീലത്തു ശൈഖ് സാലിഹ് ഇബ്നു ഫൗസാൻ അൽ ഫൗസാൻ എന്ന് പറഞ്ഞ സൗദി പണ്ഡിതനാണ്. ഈ പുസ്തകത്തിന്റെ ഇതിന്റെ 162ാമത്തെ പേജിൽ ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിന്റെ 162ാമത്തെ പേജിൽ ചർച്ച ചെയ്യുന്നത്? ഇതിന്റെ 162ാമത്തെ ലം യകുല്ലി ജസദിഹി ദില്ലുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് മേലുണ്ടായിരുന്നില്ല എന്നുള്ള വാദം, ആ വാദം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പറയാണ് അമ്മല്ലു. വഹാബിയാണ് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലുണ്ടായിരുന്നു എന്നുള്ളത് ഫഖദ് റവൽ ഇമാം അഹ്മദ് ഹദീസൻ ദല്ല അലാ ദില്ലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് മേലുണ്ടായിരുന്നു എന്നറിയിക്കുന്ന ഇമാം അഹ്മദ് മുസ്നദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. എന്നിട്ട് പറയാണ്
സൈനബ് ബീവി റളിയല്ലാഹു അൻഹ റൂമിൽ കിടക്കുമ്പോൾ ഒരു നയല് കണ്ടു. അല്ലേ? എന്താ പറഞ്ഞത്? ഫറഅതു മില്ലഹു, നബിയുടെ മില്ലിനെ കണ്ടു. ഫഖാലത്ത്, അപ്പോൾ സൈനബ് ബീവി പറഞ്ഞു, ഇന്ന ഹാദാ ലമില്ലു റജുലിൻ, ഇത് ഏതോ ഒരാള് മില്ലാണ്. നോക്കുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു എന്ന് പറയുന്ന നീണ്ട ഹദീസാണ്, ഞാനത് ചുരുക്കി പറഞ്ഞത്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം, ഫഖദ് സബത ബിഹാദൽ ഹദീസ്, ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു ലില്ലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നയലുണ്ടായിരുന്നു എന്നും വബതല ഖൗലുൽ മുബ്തദിഈന, പുത്തൻവാദികളുടെ നയലുണ്ടായിരുന്നില്ല എന്നുള്ള വാദം തകരുകയും ചെയ്തു എന്ന് വഹാബികൾ എഴുതുകയാണ് ഈ പുസ്തകത്തിന് 162-ാമത്തെ പേജിൽ. ഇതേ വിഷയമല്ലേ ഇന്ന് എപിക്കാർ പറയണത്? ഇതല്ലേ പേരോട് സക്കാഫി പറഞ്ഞത്? അല്ലെ? ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടല്ലേ. അതിന് സലാം ബാപ്പുവിന്റെ വായടപ്പൻ മറുപടി എന്നതിന് ശേഷം പിന്നെ അയാള് അന്ന് നിലത്തുത്തിരുന്നാണ്. പിന്നെ അയാൾ പൊന്തിയിട്ടില്ല. പിന്നെ അയാൾ ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നാണ് നമ്മുടെ അറിവ്. അല്ലെ? അവിടെ നില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? നില്ലു ഷൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ശഖ്സുഹു, ഒരു വ്യക്തി, ഒരു വസ്തുവിന്റെ നില്ലു കുല്ലി ഷൈൻ, അല്ലെ? നില്ലു ലി കുല്ലി ഷൈ, ഓരോ വസ്തുവിന്റെയും അതിന്റെ നില്ല് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നിഴൽ എന്നല്ല, നില്ലിന് പല അർത്ഥങ്ങളും ഉണ്ട്. ഇവിടെ ഇമാമിങ്ങൾ എന്തുകൊണ്ട് നയലില്ല എന്ന് പറഞ്ഞു? ഈ ഹദീസ് ഇവിടെ ഉണ്ടായിരിക്കെ ഇമാമിങ്ങൾ എന്തുകൊണ്ട് നയലില്ല എന്ന് പറഞ്ഞു? അല്ലേ? അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി ഓരോ വ്യക്തിയുടെയും അവന്റെ തടി ആണ് അവന്റെ നില്ല്. അല്ലെ? ഓരോ വ്യക്തിയുടെയും തടിയാണ് അവന്റെ നില്ല്. അതിനൊരു ഒരു ബൈത്ത് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ്? ലം നസല്ല റഫഅനാ ബിൽ അഖ്ദിയതി. ഞങ്ങൾ വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങിയപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു? അവിടെയുള്ളതായ ഹിബാകളുടെ അഥവാ അവിടെയുള്ള ഹൈമകളുടെ മില്ലിനെ, അവിടുത്തെ എന്താ പറയുക, ഹൈമ എന്ന് പറഞ്ഞാൽ എന്താ? തമ്പുകളുടെ നിഴലിനെ ഞങ്ങൾ അവിടുന്ന് ഉയർത്തിക്കൊണ്ടുപോയി. അവിടെ നേരല്ല, ആ തമ്പുകളെ തന്നെ ഉയർത്തിക്കൊണ്ടുപോയി. അവിടെ നേര് എന്നല്ല, അവിടെ നേരിനെ കൊണ്ടുപോയി എന്നല്ല, ആ തമ്പിനെ കെട്ടയച്ചു കൊണ്ടുപോയി. അപ്പൊ അതേപോലെ തന്നെ ഒന്നില്ലു മിൻ കുല്ലി ഷൈഇൻ ശഖ്സുഹൂന, ഒരു വസ്തുവിന്റെ നില്ല് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിന്ന് തന്നെയാണ്, അല്ലാതെ സൂര്യപ്രകാശത്തിന്റെ എതിർദിശയിൽ വരുന്ന ഇരുട്ട് എന്ന അർത്ഥത്തിലല്ല. അപ്പൊ ആ അർത്ഥത്തിലാണ് മനസ്സിലാക്കണം. അപ്പൊ ആ ഹദീസും അതുപോലെ വേറെ ഏതോ ഒരു ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്കിലുള്ള ഒരു ഹദീസുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഹദീസ് ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്കിലുള്ള ഒരു ഹദീസ് ഇവർ ഉദ്ധരിച്ചതായിട്ട് കാണാം. എന്താണ് ആ ഹദീസ്? ഇമാം ഹാക്കിം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറിലുള്ളൊരു വിഷയം പറയാണ്. ആ മഹ്ശറിലുള്ള വിഷയം അല്ലെ പറഞ്ഞപ്പോ, ഫീമാ ബൈനി വ ബൈനക്കും ഹത്താ റഅയ്തു മില്ലി വ മില്ലക്കും ഫീഹാ, അല്ലെ? എന്റെയും നിങ്ങളുടെയും ബില്ലിനെ ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്താണ്? ഉരിമത്ത് അലിയന്ന, എന്റെ മേൽ നരകത്തിന് വെളിവാക്കപ്പെട്ടു. ഫീമാ ബൈനി വ ബൈനക്കും ഹത്താ റഅയ്തു മില്ലി വ മില്ലക്കും ഫീഹാ, എന്റെയും നിങ്ങളുടെയും ബില്ലിനെ ആ നരകത്തിൽ കാണിക്കപ്പെട്ടു. അപ്പൊ നിമിത്തങ്ങൾക്ക് നെല്ലുണ്ട് എന്ന് വന്നില്ലേന്നാ, നേരുണ്ട് എന്ന് വന്നില്ലേന്നാ. അത് ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ ഉദ്ധരിച്ച ഹദീസാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട നിങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? റസാനത്ത് ഓതിയ ആളുകൾക്കറിയാം. റസാനത്ത് ചെറിയ കുട്ടികൾക്ക് ഓതി കൊടുക്കുന്ന കിതാബ. അതിൽ കാണാം, മൻ കാന യഹ്സുദു മൻ അലൽ ഇലാഹു അലാ മാലില്ലഹു ഔ അലാ ഇൽമില്ലഹുൽ ഫദ്ലു കൽബുൻ അലാ ദില്ലിഹി ആദിൻ ഇദാ ദഖല എന്താണ് അതിന്റെ അർത്ഥം? പടച്ച തമ്പുരാൻ പണം കൊണ്ടും എൽമു കൊണ്ടും ഉയർച്ച നൽകിയ ആളുകളോട് അസൂയ വെക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ആരെപ്പോലെയാണ്? ഒരു ചില്ലില് അല്ലെ, അല്ലെങ്കിൽ ഒരു മാർബിള് കൊട്ടാരത്തിൽ തന്റെ രൂപം കാണുമ്പോ അതിലേക്ക് ചാടുന്ന നായനെ പോലെയാണ് അല്ലെ. കണ്ണാടിന്റെ ഉള്ളിൽ നായന്റെ കോട്ടം കാണും. അപ്പൊ ആ നായലേക്ക് എത്താൻ മുൻപ് ഒരു ചാട്ടം ചാടിയാല് നായന്റെ പല്ല് പൊട്ടിയിട്ട് തിരിച്ച് തെറിച്ചു പോകേണ്ടി വരും. അങ്ങനത്തെ നായനെ പോലെയാണ് എന്ന് പറയുന്ന പാട്ടുണ്ട്. അവിടുത്തെ നെല്ല് എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യപ്രകാശത്തിന്റെ എതിരിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മറയായിട്ട് വരുന്ന, ഇരുട്ടായി വരുന്ന ആ നേരുന്ന ആണോ? അല്ലല്ലോ. പ്രതിരൂപം, പ്രതിബിംബം, കണ്ണാടിയിലുള്ള പ്രതിബിംബത്തെ പറ്റിയാണ് അവിടെ നെല്ല് എന്ന് ഉപയോഗിച്ചത്. അപ്പൊ കണ്ണാടിയുള്ള പ്രതിബിംബത്തെ പറ്റി നെല്ല് എന്ന് പറയും. അതുപോലെ ഒരു വ്യക്തിയുടെ തടിയെ പറ്റിയും നെല്ല്, നേല്, മലയാളത്തിൽ നേല് എന്നല്ല,
നില്ല് എന്ന് പറയും. അപ്പൊ അങ്ങനെ പല അർത്ഥത്തിലും ആ പ്രയോഗമുണ്ട്. അതിൽ ഹദീസിൽ ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചത് എന്ന് ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇമാമിങ്ങൾ എന്ന് പറഞ്ഞത് ലം യദ്ഹർ ലഹു ദില്ലുൻ അസ്വത, അവർക്ക് ഒരിക്കലും തന്നെ ദില്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെളിവായിട്ടില്ല എന്ന് വളരെ ഖണ്ഡിതമായിട്ട് തന്നെ വസ്തുനിഷ്ഠമായിട്ടില്ല. അവിടെ എന്തെങ്കിലും ഒരു എതിർപ്പുണ്ടെങ്കിൽ എന്ത് പറയാമായിരുന്നു? ഇബ്നു ഹജർ തങ്ങൾ ഇടപെടുമായിരുന്നു. കാരണം ഇബ്നു ഹജർ തങ്ങളുടെ മിനഹുൽ മക്കിയയില് ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാമിന്റെ ആ ബെയ്ത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ബൂസൂരി ഇമാം പറയുന്നത് റസൂലുള്ളാഹിന്റെ ദില്ലിനെ പറ്റി പറഞ്ഞിരുന്നു. റസൂലുള്ളാഹിക്ക് ദില്ലുണ്ടാവൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബിയുടെ തടിക്ക് ദില്ലില്ല എന്നാണോ? സൂര്യനിൽ നിന്ന് നബിയുടെ മേലിൽ ഒരു നേലിട്ട് കൊടുക്കാൻ അല്ലേ? എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൂര്യനിൽ നിന്ന് ഒരു നയലിന്റെ ആവശ്യമില്ല. സൂര്യനിൽ നിന്നൊരു നയലിന്റെ ആവശ്യമില്ല എന്നാണോ അതിന്റെ അർത്ഥം? നബിയുടെ തടിക്ക് നയലില്ല എന്നാണോ അതിന്റെ അർത്ഥം? തടിക്ക് നയലില്ല എന്നുള്ള ഇതിനകത്തങ്ങൾ ഒരു ഇടപെടലും അർത്ഥമില്ല. അത് വളരെ ഫിറ്റായിട്ട് അംഗീകരിക്കാം. അതേ സമയത്ത് സൂര്യനിൽ നിന്ന് ഇപ്പൊ ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്ന് ആ മരത്തിന്റെ തണൽ നബി തങ്ങൾക്കുണ്ടാവുമോ? അതിനെപ്പറ്റി തങ്ങൾ പല ഉദ്ധരണികൾ കൊണ്ടും പറയുന്നുണ്ട്. മദീനയിലേക്ക് ഹിജറ പോയപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒപ്പമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നബിയേക്കാൾ പ്രായം കുറഞ്ഞ ആളാണെങ്കിലും കുറച്ചൊക്കെ നരച്ച ആളായതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് റസൂല് എന്ന് മദീനക്കാര് തെറ്റിദ്ധരിച്ചു അല്ലേ? അങ്ങനെ എന്ത് ചെയ്തു? വെയിലായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് ഇങ്ങനെ ഒരു തണൽ വിരിച്ചു കൊടുത്തു. അപ്പൊ മദീനക്കാർക്ക് മനസ്സിലായി ആ ഇരിക്കുന്ന ആളാണ് റസൂല്, ഈ നിൽക്കുന്ന ആള് അബൂബക്കർ സിദ്ദീഖാണ്. ആദ്യം വിചാരിച്ചതിനെതിരായിട്ട്. അപ്പൊ അവിടെ സൂര്യന്റെ വെയിൽ എത്തിയപ്പോ തണൽ വിരിച്ചു കൊടുത്തു എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുസ്ലിമാമിന്റെ ആ വാചകത്തിന് അർത്ഥം കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ള വിഷയം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തടിക്ക് നേരുണ്ടായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് 4 സ്ഥലത്ത് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. ആ സ്ഥലത്തൊന്നും തന്നെ അതിനെതിരിലായിട്ട് ഒരു സാധ്യത പോലും മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി രേഖപ്പെടുത്തുന്നില്ല. മറ്റുള്ള ആരും രേഖപ്പെടുത്തുന്നില്ല. ആ രേഖപ്പെടുത്തിയതിനെതിരിലായിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ഏതെങ്കിലും ഒരു ഇമാം പറഞ്ഞിട്ടില്ല. പിന്നെ ഏതെങ്കിലും വഹാബികൾ അംഗീകരിക്കുന്ന അവരുടെ ആശയം സ്വീകരിച്ച ഇമാമികളും പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമികൾ ആരും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള എല്ലാ ആളുകൾക്കും ചോദിക്കാം. ബഹുമാനപ്പെട്ട സുന്നിസത്ത് മൈക്കയിൽ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ കേട്ട മുഴുവൻ സുഹൃത്തുക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എല്ലാ നന്മയും പ്രദാനം ചെയ്യുമാറാവട്ടെ. സത്യത്തെ വളരെ കൃത്യമായി മനസ്സിലാക്കാനും നബിയുടെ മൗഇസത്ത് മുറിഞ്ഞു, ഇനി മൗഇസത്ത് ബാക്കിയാവില്ല, ഖുർആൻ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നുള്ള വാദവുമായിട്ട് ഇനി വരാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഇബാറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇബാറത്ത് എല്ലാം കണ്ടതിന് ശേഷമാണ് നമ്മൾ ഉസ്താദുമാർ ഈ വിഷയം ഇടപെട്ടിട്ടുള്ളത്. അതുപോലെ 1930കളിലെ നാദാപുര സംവാദത്തിൽ നമ്മുടെ സമസ്തയുടെ ആലിമീങ്ങൾ അതിന് ഇടപെട്ടിട്ടുള്ളത്, അതുപോലെ ഇമാമികൾ ഇടപെട്ടിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ ഇടപെട്ട് അവരൊക്കെ ദണ്ഡിതമായി പറഞ്ഞു മൗഇസത്ത് മുറിയൂല. അപ്പൊ മൗഇസത്ത് മുറിയും ഖുർആൻ അല്ലാതെ എന്ന് പറഞ്ഞത് അത് നിശ്ചിതമായ ഒരു പ്രത്യേക വിഭാഗം മൗഇസത്തുകളെ പറ്റിയാണ്. അത് സാമാന്യമായ മൗഇസത്തുകളെ പറ്റിയല്ല, പൊതുവായി പറയേണ്ടുന്ന ഇബാറത്തല്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? പൊതുവായുള്ള മൗഇസത്തിന്റെ കൂട്ടത്തിൽ ഗണത്തിലല്ല അത് പറയേണ്ടത്. ഇമാം സനൂസി റളിയല്ലാഹു തആല പറഞ്ഞു, നുബുവത്തിന്റെ ഹൈസിയത്തിലൂടെയുള്ള മൗഇസത്ത് മരണാനന്തരവും ഉണ്ടാവാം. അതേസമയത്ത് റിസാലത്തിന്റെ ഹൈസിയത്തിലുള്ള മൗഇസത്ത് മരണാനന്തരം ഉണ്ടാകുമോ ഇല്ലയോ എന്നതിൽ ഖിലാഫുണ്ട്, അഭിപ്രായ ഭിന്നതയുണ്ട്. അത് ഈ തഹദ്ദി വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന മൗഇസത്തുകള് അത് ആ വെല്ലുവിളിയോട് ചേർന്ന് ഉണ്ടാകണമോ അതോ പിന്നീടുണ്ടായാലും കുഴപ്പമുണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ നിന്നുണ്ടായതാണ്. അപ്പൊ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഉണ്ടാകുന്നത് മൗഇസത്തല്ല എന്നുള്ളൊരു അഭിപ്രായം. പക്ഷേ അതൊക്കെ റിസാലത്തുമായി ബന്ധപ്പെട്ട തഹദ്ദിയുമായി ബന്ധപ്പെട്ട മൗഇസത്തുകളെ പറ്റിയാണ്. പൊതുവായൊരു പ്രവാചകനുണ്ടാകുന്ന അമാനുഷികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഖുസൂസിയത്തുകൾ, സവിശേഷതകൾ, അതല്ലെങ്കിൽ മുഅ്ജിസത്തുകൾ എന്ന ഗണത്തിലുള്ള മുഅ്ജിസത്തുകൾ അസ്തമിച്ചു എന്ന വാദം നിരർത്ഥകമാണ്, തെറ്റാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് എതിരാണ്. അത് ഇനി മുതൽ, ഇതുവരെ ഒരു പക്ഷേ ആ സുയൂത്തി ഇമാമിന്റെയും സർക്കശി ഇമാമിന്റെയും ഇബാറത്ത് കണ്ടിട്ട് തെറ്റിദ്ധരിച്ചതാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കാൻ അവകാശം ഇല്ല. നിങ്ങളുടെ തെറ്റിദ്ധാരണ നീക്കാൻ ഉതകുന്ന വിധത്തിലുള്ള എല്ലാ വിശദീകരണങ്ങളും
ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയും വ്യാജമുടിക്ക് തെളിവുണ്ടാക്കാൻ വേണ്ടി, അതിന് ന്യായീകരണം പറയാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ പ്രത്യേകതകൾ നിഷേധിക്കുന്ന വഹാബിസത്തിന്റെ ലൈന്, ആ ലൈനുമായി മുന്നോട്ട് പോയാൽ ഇനി പടച്ചോ നിങ്ങളെ വിടൂല, ഇനി റസൂല് നിങ്ങളെ വിടൂല എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നൗഷാദ് സാഹിബ് മൈക്കെടുക്കും, അദ്ദേഹം ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കും എന്നറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട നൗഷാദ് സാഹിബ് മൈക്കെടുക്കും, അദ്ദേഹം ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കും എന്നറിയിച്ചു നിർത്തുന്നു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ, വളരെ മനോഹരമായ ഒരു ചർച്ച. എല്ലാ വശങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ആരോപണങ്ങളുമായി വരുന്ന ആളുകൾക്കൊക്കെ അവർ ഉന്നയിക്കുന്ന എല്ലാ തെളിവുകളും നിരത്തിക്കൊണ്ട് ഇനി അവർ ഉന്നയിക്കാത്ത, ഭാവിയിൽ അവർ ഉന്നയിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇനിയും അവരുടെ പരതലിൽ അവർക്ക് ലഭ്യമാകാൻ സാധ്യതയുള്ള ഇബാറത്തുകൾ കൂടി കൊണ്ടുവന്ന് അതിന്റെ കൂടി വിശദീകരണം അവതരിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കിട്ടിയത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് കിട്ടാനുള്ളതിനും കൂടിയും തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഈ കാര്യത്തിൽ വളരെ കൃത്യമായി നല്ലൊരു ചർച്ചക്ക്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ, വളരെ നല്ല ഒരു ചർച്ചയ്ക്ക് തയ്യാറുള്ള ആളുകളുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്ത് മുകളിൽ വരണം എന്നറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രവർത്തകര് മറ്റുള്ളവർ വന്നാൽ നിങ്ങളുടെ റൈസ് ഹാൻഡ് രണ്ടാമതായി കണക്കാക്കുമെന്നും, നമ്മുടെ ആളുകൾ നമ്മളെ ആളുകളും അവരും റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ആളുകൾക്ക് 2 ചാൻസ് നൽകിയിട്ട് നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുള്ളൂ. അത് 2 എണ്ണം ഒരു വന്നിട്ടാണ് നിങ്ങൾ ഒരാളെ വിളിക്കുള്ളൂ. അപ്പൊ അതുകൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. നമുക്ക് ഇവിടെ തെറ്റിദ്ധരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സിലാക്കുകയും മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് യഥാർത്ഥം എന്തെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുവാനാണ്, നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി വെച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെയും അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ആരെയും ആക്ഷേപിക്കാനോ ആരെയും പരിഹസിക്കാനോ അല്ല, അവരുടെ പക്കൽ തെറ്റിയ അബദ്ധങ്ങൾ അത് പർവ്വതീകരിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലല്ല. പക്ഷെ ഇത് വിശ്വാസത്തിനെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ, ഇത് ഏകദേശം ഒരു വഹാബീസത്തിന്റെ ലൈനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ, ആ ചിന്താഗതിയിൽ നിന്ന് വഹാബികളും സുന്നികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വഹാബികൾ ആദ്യം പറഞ്ഞിരുന്ന കാര്യങ്ങൾ സുന്നികൾ ഇപ്പൊ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചിന്താഗതിയിൽ നിന്ന് സുന്നത്ത് ജമാഅത്ത് അന്നും ഇന്നും എന്നും നമ്മുടെ പൂർവികരായ മഹാന്മാര് പറഞ്ഞു തന്നത് മാത്രമാണ് സത്യമെന്നും അത് കൃത്യമാണെന്നും അത് എന്നും നിലനിൽപ്പുള്ളതാണെന്നും കൃത്യമായി ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് MT അബൂബക്കർ ദാരിമി നമ്മോട് വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ താല്പര്യം. ചില ആൾക്കാരൊക്കെ ആദ്യം ചില പോസ്റ്റൊക്കെ അടിച്ചിരുന്നു, MT അബൂബക്കർ ദാരിമി വന്ന എന്നൊന്ന് അറിയിക്കണം, അവരൊന്നും ബോധം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ശക്തി അവരുടെ കാതുകൾക്ക് ഇപ്പോഴുമുണ്ടെങ്കിൽ, റൈസ് സ്റ്റാൻഡ് ചെയ്യാനുള്ള ആവത് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ലെങ്കിൽ ഞങ്ങളിതാ അറിയിക്കുന്നു, MT അബൂബക്കർ ദാരിമി ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് റൈസ് സ്റ്റാൻഡ് ചെയ്യാം, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, നിങ്ങളുടെ സംശയങ്ങൾ തീരുന്നതുവരെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇതാ ഒരിക്കൽ കൂടി പറയുന്നു, MT അബൂബക്കർ ദാരിമി വന്നിട്ടുണ്ടെങ്കിൽ, MT അബൂബക്കർ ദാരിമി വന്നാൽ ഞങ്ങളെ വീട് അറിയിക്കണം. ഇവര് മനസ്സിലാക്കിയത് എന്താണോ, MT അബൂബക്കർ ദാരിമി ഇന്ന് വരൂല എന്നാണ്. ഞാൻ തുടങ്ങിയപ്പോ MT അബൂബക്കർ ദാരിമി വരൂല, കാരണം പൊന്മളയിലെ പറഞ്ഞിരിക്കുന്നത് ഇമാം റംലിന്റെ മേലെ കണ്ടു എന്നാണ് പറഞ്ഞത്. പൊന്മളി ഇമാം റംലിന്റെ മേലെ കണ്ടു, ഏപ്പിടെ മേലെ കണ്ടു എന്നാണ്. ഈ തിരക്കടില്ല. ഏപ്പിയുടെ വാദം, ആ നിലപാട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഹുക്കുമിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്കൊരു സംശയം, ഈ ഹുക്കുമിനോട് യോജിക്കുന്നില്ല എന്ന് പറയുകയും പിന്നെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുശേഷം കത്തുമെന്നും പറഞ്ഞാൽ, ഈ ഹുക്കുമ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് ഏപ്പി പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേശം കത്തിച്ചു നോക്കൽ ഹറാമാണ്, കത്തിക്കാൻ പറ്റുകയില്ല.
അതുകൊണ്ട് ഈ കത്തിച്ചാൽ കത്തിപ്പോകാത്തതിനെ കത്തിച്ചു നോക്കൽ ഹറാമാണ് എന്ന ആ വാദത്തോട് ആ ഹുക്കുമിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നും. അപ്പൊ എ പിക്ക് ആദ്യത്തെ അടിയാണത്. രണ്ടാമത്തെ അടി എന്താണ്? എ പി കത്തുകയില്ല എന്ന് പറഞ്ഞത് കത്തുകയും ചെയ്യുന്നു. അപ്പൊ രണ്ട് നിലക്ക് എ പിന്റെ ഹുക്കുമിനോടും യോജിക്കുന്നില്ല, കത്തിക്കൽ തെറ്റാണ് എന്ന് കത്തിച്ചാൽ കത്താത്തൊരു സാധനം കത്തിക്കൽ തെറ്റാണ് എന്ന് പറയുന്ന ആ ഹുക്കുമിനോടും ഞാൻ യോജിക്കുന്നില്ല, ഹറാമാണ് നിഷിദ്ധമാണെന്ന് പറയുന്ന ഹുക്കുമിനോട് യോജിക്കുന്നില്ല. അതേസമയം എ പിയുടെ വാദത്തോടും ഞാൻ യോജിക്കുന്നില്ല എന്നാണ് പൊന്നമ്മൽ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞത്. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതൊക്കെ എല്ലാ കാര്യങ്ങളെയും വളരെ വിശാലമായി, ഇനി അതിൽ ഏതെങ്കിലും ഒരു വശം വിട്ടു എന്ന് ആർക്കെങ്കിലും സൂചിപ്പിക്കാൻ ഉണ്ടാവാത്ത രൂപത്തിൽ അവർക്ക് ഉള്ള സംശയവും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഇതൊരു പ്രതിരോധ കുത്തിവെപ്പ് മാതിരിയാണ് തോന്നുന്നത് അല്ലേ ഇന്നത്തെ ക്ലാസ്. ഇതിൽ പ്രതിരോധം നമ്മൾ പോളിയോ ഒക്കെ കൊടുക്കണം. അപ്പൊ എല്ലാ രോഗത്തിനും മാത്രമല്ല, ഇനി ഉണ്ടാകുന്ന രോഗത്തിനൊരു പോളിയോ വരെ ഇവരുടെ വരാൻ സാധ്യതയുള്ള പുത്തൻ വാദങ്ങൾക്കൊരു പോളിയോ ആയിട്ട് പോലും ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദിന്റെ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമാകും എന്ന് അവരെ ഞങ്ങൾ അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഏതായാലും ആ ചിക്കൻ ഗുനിയെ കണ്ടാണ് ആൾക്കാർക്ക് ഒരു പ്രതിരോധ കുത്തിപ്പ്. ഇനി വരാനുള്ള അസുഖങ്ങൾ കൂടി, ഇനി വരാനുള്ള പുത്തൻ വാദങ്ങളുണ്ട്, പുതിയ പുതിയ വാദങ്ങൾ, വാദരോഗങ്ങൾ. ആ വാദരോഗങ്ങൾക്ക് പോലുമുള്ള ചികിത്സയാണ് ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ദീർഘായുസ്സോടുകൂടി ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസിനെ പ്രദാനം ചെയ്യട്ടെ. നാഫിയായ ഇൽമ് ധാരാളമായി വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന് ദീർഘമായി നേതൃത്വം നൽകാനുള്ള തൗഫീഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് റൈസാൻഡ് ചെയ്ത ആളുകൾക്കും ബാക്കിയുള്ള ആളുകളെ റൈസാൻഡ് ചെയ്യാൻ ജയഫർ വില്ലൻ സാഹിബങ്ങളൊക്കെ ഒന്ന് താത്തി, നിങ്ങൾ മറ്റേ ചങ്ങായി വരുമ്പോൾ മതി, നിങ്ങൾ അമേരിക്കക്കാർ കുറച്ച് കഴിഞ്ഞിട്ട് മതി, നിങ്ങളും ഇപ്പൊ തൽക്കാലം താത്തി നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് അവസരം കൊടുക്കും. നമ്മളെ ആളുകൾ പരമാവധി മറ്റുള്ള ആളുകൾക്കുള്ള അവസരം കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസാൻഡ് ഒന്നും ചെയ്യണ്ടേ, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പൊ നമ്മൾ മൈക്കരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസാൻഡ് ചെയ്യണ്ട, നമ്മളെ ആളുകൾ ഒന്ന് താത്തി കൊടുക്കാം. ഒരാൾ വന്നാൽ നമ്മളെ ആൾക്കാർ താത്തി കൊടുത്തോളൂ. അപ്പൊ നമ്മൾ അതിന്റെ താഴാവുമല്ലോ, ഓല മേലൊക്കെ കൊണ്ടുവരിക, അതാണ് നമ്മളെ ഉദ്ദേശം. ഏതായാലും സംശയങ്ങളുള്ള മുഴുവൻ ആളുകളെയും നമ്മളെ ക്ലാസ് റൂമിലേക്ക് ഒരിക്കൽ കൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്യണം. ഇനി ആരെങ്കിലും മാറി നിൽക്കണമെങ്കിൽ അവരൊരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്യണം എന്നറിയിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ സംശയാലുക്കൾ നിന്നും പറയില്ല, ഈ വിഷയത്തിലെ അവർക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ തീർക്കാനും അല്ലെങ്കിൽ തിരിച്ച് മനസ്സിലാക്കി തരാം എന്ന ധാരണ ഉള്ള ആളുകൾക്ക് അതിനൊരു അവസരം കൂടിയുമായിട്ടാണ് നമ്മൾ ഈ അവസരം നൽകുന്നത്. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? എനിക്കൊരു സംശയം, എനിക്കൊരു ചെറിയ സംശയം ചോദിക്കാനുള്ളത്, പരിശുദ്ധ ഖുർആൻ അല്ലാത്ത ഒരു അള്ളാഹിന്റെ റസൂലിന്റെ മൊയ്സത്ത്, അള്ളാഹുവിന്റെ മൊയ്സത്ത്, പരിശുദ്ധ ഖുർആൻ അല്ലാത്ത ഏത് മൊയ്സത്താണ് ഇന്ന് നിലവിലുള്ളത്? ഈ ഖുർആൻ അല്ലാത്ത ഏത് മൊയ്സത്ത് കൊണ്ടാണ് നമുക്ക് അന്യമതസ്ഥരോട് പ്രബോധനം നടത്താൻ, ഖുർആൻ അല്ലാത്ത ഏത് മൊയ്സത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അന്യമതസ്ഥരോട് ദഅവത്ത് നടത്താൻ പറ്റും എന്നാണ് എന്റെ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴലുണ്ട് എന്ന് വ്യക്തമായിരിക്കെ ഹദീസിനെ തള്ളിക്കൊണ്ടാണോ നമ്മൾ ഇമാമിന്റെ ഖൗലിനെ സ്വീകരിക്കേണ്ടത് എന്നാണ് എന്റെ ഒരു ചോദ്യം. അങ്ങനെ ഈ ഒരു നിഴല് എന്നുള്ള ഒരു പ്രശ്നം, അത് നിഴലില്ല എന്ന്, അല്ലാഹുവിന്റെ റസൂലിന് നിഴലുണ്ട് നിഴലില്ല, ഇത് വിശ്വസിച്ചാൽ അവൻ മുർത്തദ്ദാവുമോ കാഫിറാവുമോ? ആ ഒരു വിശ്വാസം ഇസ്ലാം ദീനിനെ നിരക്കാത്തതാണോ? ഒരാളങ്ങനെ നേരിടുണ്ടെന്ന് വിശ്വസിച്ചു എങ്കിൽ അദ്ദേഹത്തിന്റെ വിധി എന്താണ്? ഇതൊന്ന് വ്യക്തമായി തന്നാൽ ഉപകാരം. മൈക്കിൾ വെച്ച്. ഒന്നാമത്തെ ചോദ്യത്തിനാണ് ആദ്യം മറുപടി പറയുന്നത്. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖർഖുൽ ആദത്തായ കാര്യങ്ങളൊക്കെ മുഅ്ജിസത്താണ് എന്നാണ് മുഅ്ജിസത്തിന്റെ നിർവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള മുഅ്ജിസത്തുകൾ വഫാത്തിന് ശേഷം ഉണ്ടാവുമെന്നാണ്. അത് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഹയാത്തി ഖൈറുൽ ലക്കും വമമാത്തി ഖൈറുൽ ലക്കും, അല്ലെങ്കിൽ വഫാത്തി ഖൈറുൽ ലക്കും. എന്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഖൈറാണ്. മരണം എങ്ങനെയാണ് ഖൈറാവുക എന്നുള്ളതിന് മറുപടിയായിട്ട് റസൂൽ പറഞ്ഞത് എന്താണ്? തുഅറദു അലയ്യ അഅ്മാലുക്കും, നിങ്ങളുടെ അമലുകൾ എനിക്ക് ഒഴിവാക്കപ്പെടുന്നുണ്ട്. സാധാരണ ഖബറിൽ മരിച്ചു കിടക്കുന്ന ആൾക്കാർക്ക് അമലുകൾ, ദുനിയാവത്തെ അമലുകൾ ഒഴിവാക്കി കൊടുക്കുമോ? അതൊരു അസാധാരണ സംഭവമല്ലേ?
അസാധാരണമായി പ്രവാചകന്മാർക്കുണ്ടാകുന്ന സംഭവങ്ങളെ പറ്റിയാണ് മുഇജ്സത്ത് എന്ന് പറയുക. ഇമാം അഹ്മദ് ബിൻ ഹംബലിലേക്ക് ഇസ്തിലാഹ് അങ്ങനെയാണ്. അപ്പോ ആ മുഇജ്സത്ത് നിലനിൽക്കുന്നതിനൊരു ഉദാഹരണമാണത്, ഒരു ഉദാഹരണം. മനസ്സിലായില്ലേ? അതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ. ഇന്നല്ലാഹ ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാ. ഒരു മനുഷ്യന്റെ ശരീരം സാധാരണ വരുമെങ്കിൽ അത് എന്താവും? ജീർണിക്കുക എന്നുള്ളതാണ് പൊതു സ്വഭാവം, അല്ലേ? ജീർണിക്കുക എന്നുള്ളതാണ് പൊതു സ്വഭാവം. അപ്പൊ നമ്മൾ തന്നെ ജീവനോടുകൂടി മണ്ണിലൊന്ന് കുഴിച്ചിട്ട് നോക്കട്ടെ. ജീവനോടുകൂടി നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടാൽ കുറച്ചു നേരം കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ജീർണിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് മണ്ണിന്റെ സ്വഭാവമാണ്, മണ്ണിന്റെ ഒരു സ്വഭാവമാണത്. മനുഷ്യ ശരീരം മണ്ണിൽ ലയിക്കുക എന്നുള്ളത്. പക്ഷേ ഇന്നല്ലാഹ ഹറമ അലൽ അർദി അജ്സാദൽ അംബിയ എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ റസൂൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ മുസ്ലിങ്ങളോട് പകരം ഞാൻ എന്താണ് വേണ്ടത്? അതിവിടെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂൽ വിട്ടേച്ചു. നമുക്കത് വളരെ വ്യക്തമായിട്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ ഇജാസുകൾ, അതിന്റെ ഒരുപാട് അമാനുഷികതകൾ, എണ്ണിയാലൊടുങ്ങാത്ത അമാനുഷികതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് വെച്ചിട്ട് അമുസ്ലിമീങ്ങളോട് പ്രബോധനം ചെയ്യാം. റസൂലുള്ളാഹിന്റെ എല്ലാ മൊയ്സത്തും പ്രബോധനം ചെയ്യാനുള്ളതല്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ എല്ലാ മൊയ്സത്തും നിഷേധികളെ വെല്ലുവിളിക്കാനുള്ളതല്ല. നിഷേധികളോട് വെല്ലുവിളിക്കാനുള്ള മൊയ്സത്തുകളുണ്ട്, നിഷേധികളോട് വെല്ലുവിളിക്കാനല്ലാത്ത മൊയ്സത്തുകളും ഉണ്ട്. അതാണ് മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഫതാവൽ ഹദീസിയയിൽ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ ഇബാറത്ത് ഉദ്ധരിച്ചു. ആ ഇബാറത്ത് വായിച്ചിട്ട് അത് വളരെ വ്യക്തമായി വിശദീകരിക്കുകയും ചെയ്തു. അപ്പൊ എല്ലാ മുഇജ്സത്തുകളും ആ മുസ്ലിമീങ്ങളോട് അവർക്ക് റസൂലുള്ളാഹിന്റെ റിസാലത്ത്, റസൂലുള്ള റസൂലാണ് എന്ന് പറയുന്ന ആ കാര്യം അവരെ കൊണ്ട് വിശ്വസിപ്പിക്കുവാൻ വേണ്ടിയുള്ളതല്ല. അങ്ങനെ ആണ് എന്ന് തെറ്റിദ്ധാരണയിൽ നിന്നുള്ള ചോദ്യമാണത്. അപ്പൊ ആ തെറ്റിദ്ധാരണ നീക്കിയാൽ ആ ചോദ്യം അവിടെ നീങ്ങി. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം എന്താണ്? 3 ചോദ്യമാണ് ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യം, നബിക്ക് നേലുണ്ടായിരുന്നു എന്ന് ഹദീസ് ഉണ്ടായിരിക്കെ പിന്നെ നേലില്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞത് എന്തിനാ നമ്മൾ അതിന്റെ പിന്നാലെ നിൽക്കുന്നത് എന്നാണ് നിങ്ങളെ ചോദ്യം. അങ്ങനെ ഒരു ഹദീസ് ഇല്ലല്ലോ. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിലല്ലേ നമുക്കത് ചിന്തിക്കേണ്ടതുള്ളൂ. അങ്ങനെ ഹദീസ് ഇല്ല എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എവിടെ ഉണ്ട് കിട്ടിയത്? പിന്നെ നേരില്ല എന്നുള്ളതിനെ നിഷേധിച്ചാൽ മുർത്തദ്ദാവുമൊന്നുമില്ല. മുർത്തദ്ദാവാൻ അതിന്റേതായ ഒരുപാട് കാരണങ്ങളുണ്ട്. മുർത്തദ്ദാകുക എന്ന് പറഞ്ഞാൽ ദറൂറത്ത് കൊണ്ട് അറിയപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കുമ്പോഴാണ്, അഥവാ സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കുമൊക്കെ ഒരുപോലെ ജ്ഞാതമായ മഅലൂമായ ദീനിൽപ്പെട്ടതാണെന്ന് വളരെ ഖണ്ഡിതമായും അനിഷേധ്യമായും അറിയപ്പെട്ട കാര്യങ്ങൾ നിഷേധിച്ചെങ്കിൽ മാത്രമാണ് എന്താകുക അവര് പിന്നെ ഇസ്ലാമെന്ന് പുറത്തു പോകുള്ളൂ കേട്ടോ. അല്ലാതെ ദീനിലുള്ള എല്ലാ കാര്യങ്ങളും നിഷേധിച്ചാലും ഇപ്പൊ ഫത്തുൽ മീന്റെ 1ാമത്തെ പേജ് മുതൽക്ക് അവസാനത്തെ പേജ് വരേക്കുള്ള 10,000-കണക്കിന് മസലകളിൽപ്പെട്ട എത്രയോ മസലകളുണ്ട്. ആ മസലകൾ നിഷേധിച്ചാലൊക്കെ കാഫിറാകും, മുർത്തദ്ദാകും, അങ്ങനെ നിയമം ആരും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ നിയമമില്ല. മുർത്തദ്ദാകുമെന്ന് ചോദിച്ചാൽ മുർത്തദ്ദാവൂല എന്ന് തന്നെയാണ് മറുപടി കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്കാം. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? എന്റെ സംശയമാണ്, ഒന്നും വിചാരിക്കരുത് നിങ്ങൾ. ഇപ്പോ സൈനബ റളിയല്ലാഹുവിന്റെ നിഴല് അള്ളാഹു റസൂൽ കണ്ടു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴല് സൈനബ റളിയല്ലാഹുവിനെ കണ്ടു എന്ന് പേരോട് ഉസ്താദ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സമർത്ഥിക്കുന്നുണ്ട്. പൊന്മള ഉസ്താദ് പറയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള മുഅ്ജിസത്തൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോഴാണെന്നും ഖുർആൻ മാത്രമാണ് നിലനിൽക്കുന്ന മുഅ്ജിസത്ത് എന്നും പറയുന്നുണ്ട്. അതിന് അവർ രണ്ടുപേരും ഈ 2 കാര്യവും അവർ തിരുത്തിയിട്ടില്ല. അവരും പണ്ഡിതന്മാർ തന്നെയാണല്ലോ. അപ്പോ അവരെ അത്രമാത്രം ഇവരില്ലാത്തവരായി തള്ളാൻ പറ്റുമോ ഈ ഒരു കാര്യത്തിൽ? ഇതിപ്പോ ഒരു സംഘടനാ വിഷയമല്ലല്ലോ. അപ്പോ ഇത് പിന്നെ ഇതിനെപ്പറ്റി ഒരു വിശദമായിട്ടുള്ളൊരു മറുപടി തന്നാൽ വലിയ ഉപകാരം. കാരണം അവർ പണ്ഡിതന്മാരല്ലാന്ന് നമുക്കാർക്കും നിഷേധിക്കാൻ പറ്റൂലല്ലോ. ഓക്കെ, മൈക്ക് പ്ലീസ്. ആ ചോദ്യം നമ്മളോടല്ല ചോദിക്കേണ്ടത്. അത് നിങ്ങൾ പൊന്മളയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം
പൊന്മള പറഞ്ഞത് പൊന്മള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടേ. പൊന്മള പറയുന്നത് പൊന്മള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ എന്തായിട്ടുണ്ട്, അത് തള്ളി പറയുന്നുണ്ട്. ഉദാഹരണം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട് ചോദിക്കുന്നുണ്ട്, കത്തുമോ, കത്തുന്ന വിഷയത്തിലാണ്. തിരികേശം കത്തുമോ എന്ന് വെച്ചാൽ കത്തുകയില്ല. അപ്പൊ ആ ഹുക്കുമിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം റസൂലുള്ളാഹിന്റെ ഖുർആനല്ലാത്ത മറ്റുള്ള മൊയ്സത്തുകളൊക്കെ അസ്തമിച്ചിരിക്കുന്നു, ഖുർആൻ മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആരോടാ യോജിക്കാത്തത്? നമ്മളോട് യോജിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട് യോജിക്കുന്നില്ല. അപ്പൊ നമ്മളെ ചോദ്യം, നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം തിരിച്ചു ചോദിക്കാണ്. പൊന്മള അബൂബക്കർ മുസ്ലിയാർ അല്ല, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ എതിർ സൈഡിലുള്ള കാന്തപുരം തന്നല്ലേ? അവര് പണ്ഡിതനല്ലേ? അപ്പൊ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് ഞങ്ങളോടല്ല, അത് നിങ്ങൾ നേരെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദിക്കണം. അവരോട് ചോദിച്ചിട്ട് അവരോടാണ് ചോദിക്കേണ്ടത്. നിങ്ങളുടെ എതിർ സൈഡിലുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും മറ്റുള്ള ആൾക്കാരൊക്കെ പണ്ഡിതന്മാരല്ലേ എന്ന് ചോദിച്ചിട്ട് ഈ സംശയത്തിന് നിവാരണം വരുത്തണം. അത് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമല്ല കേട്ടോ. പിന്നെന്താ പറയുന്നത്, വേറെ റൂമുണ്ട് എന്നോ? അതെ 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 അതെ, വേറെ റൂമുണ്ട്. എന്താണ്? ഇമ്മൂന്നോ? വേറെ റൂമിന്റെ പേര് ഇമ്മൂന്നാണോ? അമ്മു എന്താ മനസ്സിലായില്ല. ഏതായാലും അത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്, അത് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമല്ല. ഇത് ഹദീസിലുണ്ടോ? അല്ലേ, ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാത്തതിനെ കുറിച്ച് നമ്മളെന്താ പറയുന്നത്? നമ്മളെന്തിനാ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേട്ടോ. ശംസുദ്ദീൻ വൈസി പറഞ്ഞ വിവരക്കുറവ് ആകണം എന്നില്ല, അതിനാണ് മലയാളത്തിൽ ഗുരുത്തക്കേട് എന്ന് പറയുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? ഹലോ ഹലോ. ഉസ്താദ്, ആരും മൈക്ക് എടുക്കാത്തതുകൊണ്ട് ഞാൻ എടുത്തതാണ്. എൻ്റെ ഒരു സംശയം ഉസ്താദ് ഇപ്പൊ ഈ മറുപടി പറഞ്ഞതിൽ നിന്ന് തന്നെയാണ്. ഈ നിഴലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വിശ്വാസ കാര്യത്തിലേക്ക് ഉയർത്തിയത് നിങ്ങൾ അപ്പോൾ ഒരു ആക്കീദയിൽപ്പെട്ട ഒരു കാര്യത്തിൽ നിഷേധിച്ചാൽ അയാൾ പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. അക്കീദ സംബന്ധമായ ഒരു കാര്യത്തെ നിഷേധിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ ഇല്ലയോ എന്നാണ് എന്റെ സംശയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സൗണ്ട് തീരല്ല. ഞാൻ എന്റെ സിസ്റ്റത്തിന്റെ പ്രശ്നം വിചാരിച്ചിട്ട് ഇപ്പൊ ഞാൻ ഇയർഫോണൊക്കെ കൊടുന്ന് കുത്താൻ പോവാണ്. പോകുമ്പോ ആർക്കും കേട്ടിട്ടില്ല എന്നാ തോന്നുന്നു അല്ലേ? നല്ല വോയിസാ, ഗുഡ് വോയിസാ. ഏതായാലും നിങ്ങളെ സംസാരം കേട്ടോ, ദാറുൽ ഹിന്ദിന്റെ സംസാരം കേട്ടു. അപ്പൊ അതിൽ പറഞ്ഞെന്താ വെച്ചാല് അഖീദയെ തള്ളിപ്പറഞ്ഞാൽ മുർത്തദ്ദാവേണ്ടതല്ലേന്നാ? ഇല്ല, എല്ലാ അഖീദകൾ തള്ളിപ്പറഞ്ഞാലും മുർത്തദ്ദാവില്ല. അഖീദകൾ പല വിധത്തിലുള്ളതുണ്ട്. ദറൂറത്ത് കൊണ്ട് മഅലൂമായ അഥവാ സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ വളരെ പരസ്യമായി അറിയപ്പെട്ട അഖീദകളുണ്ട്. ഉദാഹരണം പറയാൻ, അള്ളാഹു ഏകനാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. ഇങ്ങനെയുള്ള ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന തരത്തിൽ വളരെ സാധാരണക്കാരുടെ ഇടയിലും പണ്ഡിതന്മാരുടെ ഇടയിലൊക്കെ ഒരുപോലെ അറിയപ്പെട്ട, അതിന് ദറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടത് എന്ന ഭാഷയാണ് പണ്ഡിതന്മാർ ഉപയോഗിക്കുന്നത്. അഥവാ അനിഷേധ്യമായും അതുപോലെ തന്നെ വളരെ വളരെ പരസ്യമായും അറിയപ്പെട്ടിട്ടുള്ള അഖീദകൾ നിഷേധിക്കുമ്പോൾ മാത്രമാണ് കാഫിറാവുക. മനസ്സിലായി? അത് ജംഉൽ ജവാമി അതുപോലെ തന്നെ തുഹ്ഫ പോലുള്ള കിതാബുകളിലൊക്കെ പറഞ്ഞ വിഷയമാണത് കേട്ടോ. എല്ലാ അഖീദകളെ തള്ളി പറഞ്ഞാലും കാഫിറാവില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം കേൾക്കാലോ അല്ലേ? ഓക്കെ. ഒരു സംശയം, അതായത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ട്
എന്ന് ഒരാൾ പറഞ്ഞാൽ ആള് പുത്തൻ വാദമായി മാറുമോ? അത് ആ വാദം അത് പുത്തൻ വാദമാവോ? അത് ആ ഗണത്തിൽപ്പെടൂലെ? ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഖീദകൾ എന്ന് പറയുമ്പോൾ നമ്മളെ കിതാബുകളിൽ പറഞ്ഞ അഖീദകൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ? ഞാനിപ്പോ ഇയർഫോൺ കുത്തിയതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാതിരിക്കുന്നില്ലല്ലോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അഖീദകൾ എന്ന് പറയുമ്പോൾ പല കാറ്റഗറിയിലുള്ള അഖീദകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് നെറൂറത്ത് കൊണ്ട് അറിയപ്പെട്ട അഖീദകളുണ്ട്. വളരെ പരസ്യമായും അനിഷേധ്യമായും അറിയപ്പെട്ട അഖീദകൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ മുർത്തദ്ദാവും. അതേസമയത്ത് ഖണ്ഡിതമായ മുതവാത്തിറായ ഹദീസുകൾ, ഖുർആനിന്റെ നസ്സ്, അതുപോലെ മുജ്തഹിദീങ്ങളുടെ ഇജ്മാഅ്, ഇത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെ അറിയപ്പെട്ട അത് നെറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടതാവില്ല. എല്ലാ സാധാരണക്കാർക്കും ഒരുപോലെ അറിയുന്നതാവില്ല. എന്നാൽ ഇങ്ങനെ സ്ഥിരപ്പെട്ട അഖീദകൾ ആകും ചെയ്യും. അത്തരം വിഷയങ്ങളെ ആണ് ഒരാള് തള്ളിപ്പറയുന്നതെങ്കിൽ അതോടൊപ്പം തന്നെ അയാൾക്ക് ചില ശുബ്ഹത്തുകൾ, ഇതേപോലുള്ള ചില ഇബാറത്തുകളുടെയും ഒക്കെ ചില ശുബ്ഹത്തുകൾ, ആ ശുബ്ഹത്തുകൾ അയാൾക്ക് അഥവാ ചില ചില അവ്യക്തതകൾ അയാൾക്ക് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചാണ് മുബ്തദിഈങ്ങൾ എന്ന് പറയുക, പുത്തൻവാദികൾ എന്ന് പറയുക. ഇമാം ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ നുഖ്ബത്തുൽ ഫിക്റിൽ അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി കമാലുമായി ബന്ധപ്പെട്ട അഥവാ അടിസ്ഥാനപരമായ ഈ തെളിഞ്ഞ് വളരെ ഖണ്ഡിതമായ പ്രമാണങ്ങളെ കൊണ്ടും തെളിഞ്ഞതാവൂല. അതേസമയത്ത് മനാഖിബിന്റെ കിതാബുകളിലൊക്കെ വിശദമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർണ്ണതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആണെങ്കിൽ അത്തരം കാര്യങ്ങൾ നിഷേധിക്കുക എന്നുള്ളത് കൊണ്ട് ബിദ്അത്തിന്റെ ഗണത്തിൽ അവർ പെടൂല എങ്കിലും അത് ബിദ്അത്തുകാരുടെ ഒരു ഓരം പറ്റലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിദ്അത്തുകാരെ ഒരു സാദൃശ്യപ്പെടലാണ്. അല്ലെങ്കിൽ ബിദ്അത്തുകാരെ പോലെ ഒരു സുന്നിയിൽ നിന്ന് ഒരിക്കലും അതുണ്ടാവാൻ പാടില്ലാത്ത പരാമർശങ്ങളാണ്, വിശ്വാസങ്ങളാണ്, വാദങ്ങളാണ് എന്ന് പറയാം എന്നാണ് അതിന് ഉള്ള മറുപടി. കേട്ടോ? ഉസ്താദ് ഇപ്പൊ ഈ വിശദീകരിച്ച അടിസ്ഥാനത്തിൽ അപ്പോ പേരോട് ഉസ്താദ് അവിടെ ലില്ല് എന്ന് നിഴല് എന്ന അർത്ഥം വെച്ചാൽ തന്നെ തെറ്റാവുകയില്ലല്ലോ? തെറ്റാവോ? നിങ്ങൾ ഈ വിശദീകരിക്കുന്ന അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ഹദീസിന് ലില്ല് നിഴല് കണ്ടു എന്ന അർത്ഥം വെച്ചാൽ തന്നെ തെറ്റാകുമോ? എന്തടിസ്ഥാനത്തിലാണ് പിന്നെ അത് തെറ്റാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നത്? അത് തെറ്റാണെന്ന് വാദിക്കാൻ കാരണം പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാരാവട്ടെ ഞാനാവട്ടെ ഹദീസുകൾ സ്വന്തം വ്യാഖ്യാനിക്കാനുള്ള അർഹർ അല്ല. നമ്മൾ ആരും ഹദീസുകൾ സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കരുത്. ഇമാമിയങ്ങൾ ഇബ്നു ഹജർ അൽ ഹൈതമിയെ പോലുള്ള ഇമാമിയങ്ങളൊക്കെ രേഖപ്പെടുത്തിയതിനെതിരിലായിട്ട് ഈ ഇമാമിയങ്ങളെ ഇബാറത്തിനെതിരിലായിട്ട് ഹദീസുകൾ കൊണ്ടുവരാൻ പാടില്ല. അവർക്ക് മനസ്സിലാകാത്തൊരു അർത്ഥം സാധാരണക്കാരായ മുഖല്ലിദീങ്ങളായ ആളുകൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് അത് തെറ്റാണ്. അത് ബിദ്അത്താകും. ബിദ്അത്ത് എന്ന് പറയുന്നത് പുത്തൻവാദമാണ്. പുത്തൻവാദമാകുമ്പോൾ അതിന് ഒരുപാട് നിയമപ്രശ്നങ്ങൾ വരും, ധാരാളം നിയമപരമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് ഒരു ഗൗരവതരമായൊരു വിഷയമാണ്. അപ്പൊ ആ ഒരു പരാമർശത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അതേ സമയത്ത് ഒരു ഇമാമിയങ്ങളുടെ ഇബാറത്തുകൾക്കെതിരിൽ എന്നാൽ ഇമാമിയങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണെങ്കിൽ തർക്കമില്ല. ഇമാമിയങ്ങൾ നേരില്ല എന്ന് പറഞ്ഞപ്പോ നേരുണ്ട് എന്ന് പറയുന്ന വേറെ ഏതെങ്കിലും ഇബാറത്തുകൾ ഉദ്ധരിച്ചിട്ട് അപ്പൊ ആ ഇബാറത്തിനെ അനുസരിച്ചുകൊണ്ട് നേരുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അപ്പൊ അത് ആ ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാം. അതിന് അങ്ങനെ ഒരു ഇമാമ് പറഞ്ഞിട്ടില്ലല്ലോ. പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അങ്ങനെ ഇബാറത്ത് ഉദ്ധരിച്ചോ? അപ്പൊ ഹദീസിന് ദില്ലു ഷൈഇന് പല അർത്ഥമുണ്ട്. ഞാൻ ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട മുർത്തള സബീദി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ലോകപ്രസിദ്ധമായ താജുൽ അറൂസിൽ പറയുകയാണ്, വദ്ദില്ലു മിൻ കുല്ലി ഷൈഇൻ ശഖ്സുഹു. ഒരു വസ്തുവിന്റെ ദില്ല് എന്ന് പറഞ്ഞാൽ ആ വസ്തു തന്നെയാണ്, അല്ലാതെന്തല്ല സൂര്യപ്രകാശത്തിന്റെ എതിരിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മറ, അതല്ലെങ്കിൽ ആ ഒരു അതിനെന്താ മലയാളത്തിൽ പറയാം,
ആ ഒരു ഇരുട്ട്, അതാണ് അതിന്റെ അർത്ഥം എന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു വാക്കിന് പല അർത്ഥം ഉണ്ടാകും, ഒരു വാക്കിന് പല അർത്ഥം ഉണ്ടാവും. അതിൽ നിന്ന് ഏത് അർത്ഥമാണ് വെക്കേണ്ടത് എന്ന് ഇജ്തിഹാദ് ചെയ്യാൻ മാത്രം യോഗ്യൻ അല്ലല്ലോ ഇയാള്. അതുകൊണ്ട് തന്നെ അയാൾ ആ ഹദീസ് വെച്ചുകൊണ്ട് ഈ ഇബാറത്തുകളെ ഖണ്ഡിച്ചത് തെറ്റാണെന്ന് തന്നെ നമ്മൾ പറയുന്നത് കേട്ടോ. അടുത്ത വേറെ ചോദ്യം, അതായത് ഖുർആനല്ലാത്ത മുഅ്ജിസത്തൊന്നും നിലനിൽക്കൂല, അല്ലെങ്കിൽ ശത്രുവിന്റെ മുമ്പിൽ വെല്ലുവിളിക്കാൻ പറ്റിയ മുഅ്ജിസത്ത് അത് ഖുർആൻ മാത്രമേ ഉള്ളൂ, മറ്റൊന്നും നിലനിൽക്കുന്നില്ല എന്ന വാദം പുത്തൻ വാദാവോ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്ജിസത്തുകൾ നിലനിൽക്കും എന്നുള്ളതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. ആ സുന്നത്തി ജമാഅത്തിന്റെ നിലപാടിനെതിരിൽ ഉള്ള ഈ ഇടപാട് അത് പുത്തൻവാദം ആവേണ്ടതാണ് എന്ന് മാത്രം ഇപ്പൊ പറയുന്നു. പുത്തൻവാദം ആവേണ്ടതാണത്. കാരണം അതൊരു പുതിയ വാദല്ലേ, ഒരു പുതിയ വാദാണല്ലോ. അഥവാ ഖുർആനല്ലാത്ത ബാക്കിയുള്ള ഒരു മുഅ്ജിസത്തും പ്രവാചകന്മാർക്കില്ല, അവരുടെ ഖുസൂസിയത്തുമായി ബന്ധപ്പെട്ട മുഅ്ജിസത്തുകൾ ഇല്ല, ഒരു കറാമത്തില്ല എന്നുള്ളത് മുഅ്തസിലികളുടെ വാദമാണത്. മുഅ്തസിലികളുടെ വാദം വാദിക്കുന്നവനെ പറ്റി എന്താ നമ്മൾ പറയേണ്ടത് അല്ലേ? മുഅ്തസിലികളാണ് ഇങ്ങനെ മരണാനന്തരം കറാമത്ത് മുറിയും മുഅ്ജിസത്ത് മുറിയും എന്നൊക്കെയുള്ള വാദം മുഅ്തസിലികളുടെ വാദമാണ്. കാരണം അവരുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചപ്പോ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ആ ചലനമറ്റ ശരീരം ഇങ്ങനെ കണ്ടപ്പോ അവര് മനസ്സിലാക്കിയത് എന്താണ്? ഇത് എല്ലാം അസ്തമിച്ചു എന്നാണ്. അപ്പൊ അത് ആ ഒരു പൊതു സ്വഭാവത്തിന്റെ ഗണത്തിൽ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ അവർ ഉൾപ്പെടുത്തി. അത് പുത്തൻവാദികളുടെ വാദമാണ്. ആ നിലക്ക് ഇത് ഗൗരവമായിട്ട് അവർ ആലോചിക്കേണ്ടതാണ്. ഇത് ബിദ്അത്തിന്റെ വാദമല്ലേ, ഇങ്ങനെ ഈ ബിദ്അത്തിന്റെ വാദം നിങ്ങൾ പറയാൻ പറ്റുമോ എന്ന് നമ്മൾ അവരെ ഉപദേശിക്കുകയാണ്. ഞങ്ങൾ അവരെ ബിദ്അത്തുകാരെന്ന് പറഞ്ഞിട്ട് ആരോപിക്കല്ല. നിങ്ങളുടെ ഈ വാദം ബിദ്അത്തുകാരുടെ വാദമല്ലേ, എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറണം എന്ന് ഉപദേശിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഏതായാലും അപ്പൊ പുത്തൻവാദത്തിനോട് അടുക്കണ അല്ലെങ്കിൽ അതിന്റെ അതിർവരമ്പിലേക്ക് എത്തുന്ന ഒരു വാദമാണ് ഇപ്പൊ ഈ പറഞ്ഞ ഖുർആനില്ലാത്ത മുഅ്ജിസത്തും നിലനിൽക്കൂല എന്ന് പറഞ്ഞു. നിലനിൽക്കണ മുഅ്ജിസത്ത് ഖുർആൻ ഉള്ളൂ എന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദ് ആദ്യം പറഞ്ഞിരുന്നു പുത്തൻവാദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, പക്ഷെ അതൊരു വ്യക്തത കിട്ടിയില്ല. അപ്പൊ വ്യക്തമായിട്ട് ഈ പുത്തൻവാദം എന്താണെന്ന് അതിപ്പോ ആര് പറഞ്ഞാലും ഏതാള് പറഞ്ഞാലും പുത്തൻവാദം തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് പുത്തൻവാദം ഒന്ന് ശരിക്കും ഒരു ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റും എന്താണെന്നുള്ളത് വ്യക്തമായിട്ട്, അതിന്റെ ഒരു ഡെഫിനിഷൻ, പുത്തൻവാദത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്നൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. പുത്തൻവാദത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ മാ യുഖാലിഫു അഖായിദ അഹ്ലി സുന്നത്തി വൽ ജമാഅ ബിനൗഇ ശുബ്ഹത്തിൻ എന്നാണ് പുത്തൻവാദത്തിന്റെ ഡെഫിനിഷനാ പറഞ്ഞത്. മാ യുഖാലിഫു അഖായിദ അഹ്ലി സുന്നത്തി വൽ ജമാഅ ബിനൗഇ ശുബ്ഹത്തിൻ. ചില അവ്യക്തതകൾ വന്നത് കാരണത്താൽ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ അഖീദകളെ എതിരായ വിശ്വാസം എന്നാണ് പുത്തൻവാദത്തിന്റെ നിർവചനം. ചില അവ്യക്തതകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ചില ദുർവ്യാഖ്യാനങ്ങളും ഇതേപോലുള്ള ചില ഹദീസുകളുടെ പദാവലികളുടെ പിന്തുണയൊക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ ചില ബുദ്ധിപരമായ സമർത്ഥനങ്ങളോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ വഹാബികളൊക്കെ പറയണമാതിരി വഹാബികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അഭൗതികമായ സഹായമുള്ളൂ, ഭൗതികമായ സഹായം അത് മനുഷ്യന്മാർക്ക് ഉള്ളതാണ്, അഭൗതികം അള്ളാഹുവിന്റേതാണ്. അപ്പൊ അവർക്ക് അതില് ചില ആയത്തുകൾ ചില ഹദീസുകളൊക്കെ ബാഹ്യമായ ചില പ്രയോഗങ്ങൾ അല്ലെ, വന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ പോലുള്ള ചില ആയത്തുകൾ ഹദീസുകളൊക്കെ ബാഹ്യമായ ഭാഷാപരമായ ചില തെറ്റായ തെറ്റിദ്ധാരണകളുണ്ട്. ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകളും ദുർവ്യാഖ്യാനങ്ങളും വെച്ചുകൊണ്ട് സുന്നത്തി ജമാഅത്തിന്റെ അഖീദകളോട് വിരുദ്ധമായ വിശ്വാസമാണ് എന്തെന്ന് പറയുന്നത്, ബിദ്അത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ഥിതിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഗൗരവമായൊരു ഭാഷ ഉപയോഗിക്കുന്നില്ല. അത് എന്റെ ഒരു നിലപാടാണ്, അല്ലെങ്കിൽ എന്റെ ഒരു മിതമായ ഒരു ശൈലിയാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി.
അവര് പുത്തൻവാദികളാണ്, മുബ്തദിഈങ്ങളാണ്, ഒറ്റയ്ക്കൊരു ഹുക്മ് പറയാന്ന് പറയുമ്പോൾ നമുക്കൊരു വിഭാഗത്തെ പറ്റിയാണ് പറയുമ്പോൾ അതൊരു വ്യക്തിപരമായ എന്റെ ഒരു നിലപാടാണ്. അങ്ങനെ ആവേണ്ടതല്ലേ? ഈ ഡെഫിനിഷൻ, ഈ നിർവചന പ്രകാരം സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ റംലി ഇമാം പറഞ്ഞതുപോലെ തന്നെ മുഅ്ജിസത്തുകൾ മുറിയുന്നതല്ല. അപ്പൊ ആ മുഅ്ജിസത്തുകൾ മുറിയും എന്നുള്ള വാദം വാദിക്കുന്നത് പുത്തൻ വാദം ആവേണ്ടതല്ലേ എന്നൊരു ചോദ്യം ചോദിച്ച് തൽക്കാലം ഞാൻ നിർത്തുകയാണ് കേട്ടോ. കടുത്ത ആരോപണം. അസ്സലാമു പക്ഷെ ഇവിടെ എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇപ്പോ ഈ വിഘടിത വിഭാഗത്തിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് നൂറുൽ ഉലമ എന്നാ പേരിട്ടിരിക്കുന്നത്. മൂപ്പര പേരന്നെ നൂറുൽ ഉലമയാണ്. നൂറുകൊണ്ടല്ല കളി മുഴുവൻ അവിടെ. ആ മൂപ്പര് മറ്റേ തബ്ലീഗ് ജമാഅത്തിന്റെ കുഴപ്പങ്ങളെ, തബ്ലീഗ് ജമാഅത്ത് വിദഗ്ധക്കാരാണ് തബ്ലീഗ് ജമാഅത്തുകാർ എന്ന് സമർത്ഥിക്കുന്നതിന്, അവര് പിഴച്ച വിഭാഗമാണെന്ന് സമർത്ഥിക്കുന്നതിന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ ഒരു പാഠത്തിന്റെ പേര് തന്നെ, ഒരു ലെസന്റെ പേര് തന്നെ അദ്ദേഹം കൊടുത്തിട്ടില്ല, ഒരു ഹെഡിങ് തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, മരണം കൊണ്ട് കറാമത്തുകൾ മുറിയുന്നില്ല, ഇത് മുറിയും എന്ന വാദമാണ് അവർക്ക് ഉള്ളത് എന്നാണ്. അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളും ഔലിയാക്കളുടെ കറാമത്തുകളും സമ്മതിച്ചാൽ തന്നെ, അതവർ സമ്മതിച്ചാൽ തന്നെ, എങ്ങനെ ഉണ്ട് എന്ന് അവർ സമ്മതിച്ചാൽ തന്നെ, അതായത് പിന്നെ വഫാത്തിന് മുമ്പ് അവർക്കത് മുഅ്ജിസത്തും ഔലിയാക്കൾക്ക് കറാമത്തൊക്കെ ഉണ്ടെന്ന് സമ്മതിച്ചാൽ തന്നെ മരണാനന്തരവും അത് നിലനിൽക്കുമോ എന്ന സംശയമാണ് അവർക്കുള്ളത്. മരണാനന്തരം അത് നിലനിൽക്കുമോ സംശയമാണ് അവർക്കുള്ളത്. അതാണ് അവര് പുത്തൻവാദികളാണ് എന്ന് പറയാൻ പിന്നെ മർഹൂം നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ തബ്ലീഗിന് എന്താ കുഴപ്പം, അത് സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ മതി, തബ്ലീഗിന് എന്താ കുഴപ്പം എന്ന് വെച്ചിട്ട് ഒരു ഹെഡിങ്, ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ കൊടുത്തിട്ട് മൂപ്പര് പറഞ്ഞ പിന്നെ അതിനായിട്ട് ഉണ്ടാക്കിയൊരു പുസ്തകമാണ് ഈ കാര്യം മൂപ്പര് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി അത് സംബന്ധിയായി അവരോട് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തൽ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് എം.ടി. അബൂബക്കർ ദാരിമി മറ്റുള്ള ചോദ്യങ്ങൾക്ക്. ഹലോ, ഉസ്താദിന്റെ മറുപടിയിൽ ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട് ഉസ്താദെ. ഉസ്താദ് നേരത്തെ ചോദിക്കുമ്പോ ഒരാൾ ചോദിച്ചു, അപ്പോ ബിദ്അത്തുകാരനാണെന്ന് പറയാൻ കഴിയില്ല, എന്ത് നിഴലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ച് അങ്ങനെ വാദിച്ചാല് മുബ്തദി എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുസൂസിയത്ത് പുസ്തകം സ്ഥിരപ്പെടുത്തിയ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞു, റൈ പറയുന്നത് പോലുള്ള. അപ്പൊ അതൊക്കെ നിഷേധിച്ചാല് ബിദ്അത്തുകാരനാണെന്ന് ഉറപ്പ് പറയാം. അപ്പൊ ഉസ്താദിന് തന്നെ എന്തോ ഒരു സംശയം ഇവിടെ, ഇതില് പ്രാമാണികതയിൽ എന്തോ കുറവുള്ളത് പോലെ. ഇമാമികൾ ഇത് ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യത്തിൽ പറയാലോ. ഇത് ഞാൻ പറയുന്നില്ല, ഞാൻ അത്രക്ക് കടക്കുന്നില്ല എന്നൊക്കെ ഉസ്താദ് പറയണമെങ്കിൽ ഉസ്താദിന്റെ സ്വന്തം അഭിപ്രായം പറയണ്ടല്ലോ. ഈ വിഷയത്തിൽ ഇമാമിങ്ങൾ ഇത് ഈ ബിദ്അത്തിന്റെ വാദമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യത്തിൽ പറയാലോ. അതാണ് എന്റെ സംശയം. അപ്പൊ ഇതിനെന്തോ പ്രാമാണികത കുറവുള്ളത് പോലെ തോന്നുന്നുണ്ട് നിങ്ങളുടെ മറുപടിയിൽ. അത് ഒന്നുകൂടി വിശദീകരിച്ചാൽ. അസ്സലാമു അലൈക്കും. ഫൈസി ഉസ്താദല്ല, ഫൈസി ഉസ്താദിന്റെ സുഹൃത്താണ്. ഞാൻ സാന്ദർഭികമായിട്ടൊരു സംശയം വന്നപ്പോ ചോദിച്ചാണ്. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? അബൂബക്കർ ദാരിമി ഉസ്താദിനെ മൈക്ക് കിട്ടുന്നില്ലേ? അബൂബക്കർ ദാരിമി ഉസ്താദ്, അതായത് ഹലോ
MT അബൂബക്കർ ദാരിമി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ദാരിമി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ദേശീയ ഓക്കെ ഇൻഷാ അല്ലാഹ് ദാരിമി ഉസ്താദ് ഇപ്പൊ വരും. പ്രാമാണികതയിൽ എന്തോ കമ്പില്ല പോലെ. എത്ര നേരം പറഞ്ഞതൊക്കെ പ്രാമാണികതയാണ്. നമ്മളായിട്ട് പറയുന്നില്ല, നിങ്ങളാണ് തീരുമാനിച്ചാൽ മതി. അതിനാ പറഞ്ഞത്. പിന്നെ MA നൂറുൽ ഉലമ 100 ഉലമ എഴുതിയ ബുക്കാണിത്. ആരെ കുറിച്ചിട്ട്? തബ്ലീഗ് ജമാഅത്ത്. തബ്ലീഗിന് എന്താ കുഴപ്പം? തബ്ലീഗിന്റെ കുഴപ്പതാണ് ഏത്? ഒന്ന് പിന്നെ അവർ മുഅ്ജിസത്തും കറാമത്തും ഒക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും മരണശേഷം അത് നിലനിൽക്കുമെന്ന് അംഗീകരിക്കുന്നില്ല. മനസ്സിലായോ? മരണശേഷം എന്തായാലും ഔലിയാക്കൊക്കെ പിന്നെ മുഅ്ജിസത്തായിട്ട് കറാമത്തായിട്ട് എന്തായാലും ഖുർആനില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പം ഔലിയാക്കളതും അംഗീകരിക്കണില്ല, അതും അവരെ കുഴപ്പം തന്നെയാണ്. അവർ വിദഗ്ധക്കാരാകാൻ. ഇനിയിപ്പോ അവിടെ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കും. ബഹുമാനപ്പെട്ട MA ഉസ്താദ് അവിടെ പറഞ്ഞത് ഖുർആനും നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. അങ്ങനെയല്ല പറഞ്ഞത്. ഔലിയാക്കളെ കറാമത്തതാ, മരണം കൊണ്ട് കറാമത്ത് മുറിയുന്നില്ല. അതാണ് ഹെഡിങ് തന്നെ. അപ്പൊ കറാമത്ത് നിഷേധിച്ചാലും മരണത്തിന് ശേഷം കറാമത്ത് മുറിയുമെന്ന് ചിന്തിച്ചാലും എന്താണ് അത്? അവർക്കുള്ള പിന്നെ സുന്നത്ത് ജമാഅത്താകുന്നതിന് അവർക്കുള്ള കുഴപ്പങ്ങളിൽപ്പെട്ട ഒന്നാണ്. നമ്മളെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത കുഴപ്പങ്ങളെ എണ്ണി പറയുന്നതിൽ ഒരു കുഴപ്പം അതാണ്. മനസ്സിലായോ? അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അപ്പൊ എന്താ മനസ്സിലായത്? അപ്പോ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഖുർആൻ അടക്കം നിഷേധിക്കുന്ന ആളുകൾക്കാണ് എന്നൊന്നുമില്ല, അല്ലേ? ഉസ്താദ് വരും, ഉസ്താദ് DC ആയിക്കാണ് ഇൻഷാ അല്ലാഹ് വരും. ഒക്കെ ചോദിച്ചോളൂ. ആ കുറെ ചോദിക്കാണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമല്ല. ഇപ്പൊ വേറെ ഇങ്ങനെ പോയി വേറൊരാള് ചോദിച്ചീമേ പിടിച്ചിങ്ങനെ മറിഞ്ഞ് ഇപ്പൊ നേലുമില്ല, മജിദത്ത് മുറിയലുമില്ല, ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ അതൊന്നും സംശയമല്ല. ഇനിയിപ്പോ പൊന്മളയും പേരോടും ഇസ്ലാമിന്റെ ഉള്ളിലാണോ പുറത്താണോ അതാ മൂപ്പർക്ക് അറിയേണ്ടത്. അത് ഭയങ്കര രസമാണ് ഇവരെ കാര്യം. ഇവർ കുടുങ്ങിയാ പിന്നെ എങ്ങനെയാണ്? നമ്മളെ ഈ മനുഷ്യൻ കാട്ടിയ പരിപാടികൾ നമ്മളെ എന്താണ് ഇപ്പൊ എന്താണ് അയാളെ പേര്? നമ്മളെ സിറാജ് ദിനപത്രത്തിന്റെ സിറാജിന്റെ മുതലാളി ഒരു ചോദ്യം ചോദിച്ചു. അതായത് ഇപ്പൊ ചോദിച്ചു, അതായത് ഇത് ഈ മുടി വിശ്വസിച്ചാല് ഞങ്ങളിങ്ങനെ ഇയാളിത് പറഞ്ഞു, അപ്പോ പക്ഷെ ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ അതോ APക്കല്ലേ കുഴപ്പമുണ്ടാവുള്ളൂ? ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ലല്ലോ, APയല്ലേ കൊണ്ടുവന്നത്, അതുകൊണ്ട് ആ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ലഭ്യമാവൂലല്ലോ. മൂപ്പര് പറഞ്ഞു നിർത്തുക. അവസാനം കുടുംബത്തോടത്ത് മൂപ്പര് ഓരോ വർത്താനതാ. ഇനി അങ്ങനെയാണെങ്കിൽ മൂപ്പർക്കല്ലേ കിട്ടുള്ളൂ, അപ്പൊ ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ലല്ലോ. മൂപ്പര് പറയുന്ന ഭാഗമുണ്ട്. അത് ഇതേ ചോദ്യമാണ് ഇപ്പോ. എവിടെ ഇപ്പത് നോട്ട് ചെയ്ത് വെച്ചു? ഇൻഷാ അല്ലാഹ് ഞാനത് കിട്ടി. അതൊക്കെ കിട്ടാതിരിക്കണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ലാത്തൊരു വസ്തു കൊണ്ടുവന്ന് ബോധപൂർവം ഇത് നബിയുടേതാണെന്ന് ഒരാൾ പ്രചരിപ്പിച്ചാൽ അയാളിന് ഹദീസിൽ പറഞ്ഞത് പ്രകാരമുള്ള നരക ഇരിപ്പിടം ഉറപ്പായി. എന്നാൽ ഇയാളിനെ വിശ്വസിച്ച് ആ അസർ നബിയുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ ആദരിക്കുകയും അതിൽ നിന്ന് ബർക്കത്തെടുക്കുകയും ചെയ്തവരുടെ വിധി എന്താണ്? ചെമ്മാട്ട് സമ്മേളന വേദിയിൽ ശുദ്ധ അസംബന്ധം വിളിച്ചു പറഞ്ഞ ആൾ മറുപടി പറയണം. പണ്ഡിതന്മാർ മറുപടി പറയുന്നത് പണ്ഡിതോചിതമായിട്ടാകണം, വായ്പാട്ടാകരുത്, കിതാബ് കൊണ്ട് സംസാരിക്കുക. ഇവർക്കിപ്പോ വേണ്ടെന്നോ APനെ അതിന്റെ ഉള്ളിൽ കൊണ്ടുവരുത്തിയിട്ട് ആ സീറ്റിൽ കൊണ്ടുവരുത്തി ഇവര് കഴിച്ചിലാകുമോ എന്നുള്ള ചിന്തയാണ്. അതേ സംഭവമാണ് ഇപ്പൊ പേരോടും പൊന്മളനെയും പുറത്താക്കിയവർ ഇസ്ലാമിന്റെ എത്ര ദൂരം പുറത്താണെന്ന് അപ്പൊ മൂപ്പർക്ക് അറിയേണ്ടത്, അല്ലേ? സുന്നത്ത് ജമാഅത്തിന് എത്രമാത്രം അകലെ അവരെ നിർത്താം എന്നുള്ളതാണ് ഇപ്പൊ മൂപ്പർ ചിന്തിക്കുന്നത്. അത് വേറുള്ള കാര്യത്തിലൊന്നും ഇപ്പൊ അഭിപ്രായ വ്യത്യാസമില്ലാതെയായി. ഇതേ ചോദ്യം, അല്ലേ? ഇൻഷാ അല്ലാഹ് MT ഉസ്താദ് എത്തിയിട്ടുണ്ട്, അല്ലേ? ഉസ്താദ് റൈസാൻഡ് ചെയ്യണം. MT ഉസ്താദ് കേൾക്കണമെങ്കിൽ റൈസാൻഡ് ചെയ്യണം.
അപ്പൊ ഇതേ ചോദ്യമാണ് ഇപ്പൊ ഇവർക്ക് അറിയേണ്ടത്. ഇവർക്ക് ഈ ഇതൊക്കെ നിങ്ങൾ മുമ്പ് തന്നെ ചോദിച്ചുകൂടെ? ഇൻഷാ അല്ലാഹ് ഉസ്താദ്.